ഹായ് മക്കളെ, വെൽക്കം ടു വിങ്സ് അക്കാദമി ഓൺലൈൻ ക്ലാസ്സസ്. നമ്മൾ ക്യാപ്സ്യൂൾ സീരീസ് തുടങ്ങി. അതിൽ സെറ്റ് ചാപ്റ്റർ എടുത്ത് പല ക്വസ്റ്റ്യൻസ് കറക്റ്റ് പഠിച്ചു. ഇനി സെറ്റ് ചാപ്റ്ററിന്റെ കണ്ടിന്യൂസ് ആണ് ഇത്. സെക്കൻഡ് ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ, ഈ ഒരു വീഡിയോയിലൂടെ മോസ്റ്റ് റിപ്പീറ്റഡും അതേപോലെ തന്നെ ഈ ചാപ്റ്ററിൽ ചോദിക്കാവുന്ന എല്ലാ ക്വസ്റ്റ്യൻസ് നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, 9 ക്വസ്റ്റ്യൻസ് ചെയ്യും. 10ാമത്തെ ക്വസ്റ്റ്യൻസിൽ ഒരു 5 ക്വസ്റ്റ്യൻസ് ചെയ്യും. 9 ക്വസ്റ്റ്യൻസ് ചെയ്താൽ 10ാമത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ വീട്ടിൽ പോയി ചെയ്യണം. ഓക്കെ, അത് പ്രാക്ടീസ് പ്രോബ്ലംസ് ആണ്. 9 ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് പഠിക്കാം കേട്ടോ. ഓക്കെ, ഞാൻ അധികം കഥ പറയണമെന്നില്ല. ഇവിടെ നമ്മൾ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിന്റെ ഐഡിയാസ് ഒക്കെ ക്ലിയർ ആണ്. എന്ത് ചെയ്യണം, അതിൽ ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്തിട്ട് അത് പഠിക്കലാണ് നിങ്ങൾ ചെയ്യേണ്ട പരിപാടി. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാൻ പോകുന്നു, 9 ക്വസ്റ്റ്യൻസും ക്ലിയർ ആയിട്ട് കട്ടായിട്ട് പഠിക്കാൻ പോകും. ഇവിടെ അതില് ആദ്യം ഞാൻ പറയാണ്, നിങ്ങൾക്ക് ഇതിന് വെയിറ്റേജ് കിട്ടുക 6 മാർക്ക് കണ്ട് കിട്ടുക. ഓക്കെ, മെയിൻ എക്സാമിന് വെയിറ്റേജ് 6 മാർക്ക്. 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, 3 മാർക്കിന്റെ വേറെ ക്വസ്റ്റ്യൻ. അപ്പൊ 2 ക്വസ്റ്റ്യൻസ് 3 മാർക്കിന്റെ വെയിറ്റേജ് 6 മാർക്ക് വരും. ശ്രദ്ധിച്ചിരിക്കുക, സിമ്പിൾ ആണ്. നമുക്ക് 2 കാര്യങ്ങൾ പഠിക്കാനുള്ളത്. ആദ്യം റിലേഷൻ പഠിക്കും, അതിനുശേഷം ഫങ്ഷൻസ് പഠിക്കും. ഈ ചാപ്റ്ററില് റിലേഷൻ പഠിക്കുന്നതിന് മുമ്പായിട്ട് 2 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ചെറിയ ടോപ്പിക് കിട്ടും, അതാണ് ഏറ്റവും ആദ്യം പറയാൻ പോകുന്നത്. അത് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് എന്താണ് ഓർഡേർഡ് ബേസും അതേപോലെ തന്നെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റും. അപ്പൊ ഈ ഓർഡേർഡ് ബേസും കാർട്ടീഷ്യൻ പ്രൊഡക്റ്റും മാത്രം പഠിച്ചാൽ മാത്രമേ നിങ്ങൾ ഇതിലോട്ട് പോകാൻ പറ്റുള്ളൂ. റിലേഷൻസ് പഠിക്കാൻ പറ്റുള്ളൂ. റിലേഷൻസ് പഠിച്ചാൽ ഇതിലോട്ട് പോകാൻ പറ്റുള്ളൂ. ഫങ്ഷൻസ് പഠിക്കണം. അപ്പൊ എന്ത് ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ട് ചാപ്റ്റേഴ്സ് പഠിക്കണം. ഈ ചാപ്റ്റർ ആദ്യം ഓർഡേർഡ് ബെയർ പഠിക്കാം, അതിനുശേഷം കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് പഠിക്കാം, അതിനുശേഷം റിലേഷൻസ് പഠിക്കുക, അതിനുശേഷം ഇത് പഠിക്കുക, ഫങ്ഷൻസ് പഠിക്കാം. ഒന്ന് നോക്കിയോ, അതില് ഞാൻ കീ പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ആദ്യം ഓർഡേർഡ് ബെയറിന്റെയും കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിന്റെയും റിലേഷന്റെയും കുറച്ച് കാര്യങ്ങൾ കേട്ടോ, 3 പോയിന്റ്സ് ആയിട്ട്. അവിടെ ഏറ്റവും ആദ്യം നോക്കി, സിമ്പിൾ ആണ്. ആദ്യം ഓർഡേർഡ് പെയർസ്. ആ പേര് കേൾക്കുമ്പോ തന്നെ പേരിൽ എത്ര പേരുണ്ടാവും? 2 പേരുണ്ടാവും. ഓക്കെ, പിന്നെ നമ്മൾ എന്താ പറയാ, ഇപ്പൊ ഞാനും നിങ്ങളും ടീച്ചർ സ്റ്റുഡന്റ്. അപ്പൊ എന്ത് ചെയ്യാണ്, ടീച്ചർ സ്റ്റുഡന്റ് കോമന്റ് എഴുതി വെച്ച്. അപ്പൊ എന്ത് ചെയ്ത് ജസ്റ്റ് സിമ്പിൾ ബ്രാക്കറ്റിൽ എഴുതി വെച്ച്. അപ്പൊ ഈ ടീച്ചർ കോമ സ്റ്റുഡന്റ് ഈ പെയറിന സിമ്പിൾ ബ്രാക്കറ്റിൽ എഴുതി വെച്ചാൽ അതിന് വിളിക്കുന്ന പേരാണ് ഓർഡേർഡ് പെയർ ടീച്ചർ കോമ സ്റ്റുഡന്റ്. ഇനി ഇവിടെ എപ്പോഴും ക്വസ്റ്റ്യൻ വരെ ഇങ്ങനെ കേട്ടാ, 2 ഓർഡേർഡ് പെയർ തരും. ഇവിടെ ഫസ്റ്റ് പോയിന്റ് നോക്കി, ഓർഡേർഡ് പെയർ എ കോമ ബി ഈക്വൽ ടു ഓർഡേർഡ് പെയർ സി കോമ ഡി. 2 ഓർഡേർഡ് പെയർ ഈക്വൽ ആണെങ്കിൽ ഇവിടെ ഓർഡേർഡ് പെയറിൽ ഫസ്റ്റ് എലിമെന്റ് വിളിക്കും, സെക്കൻഡ് എലിമെന്റ്. ഇവിടെ ഫസ്റ്റ് എലിമെന്റ്സ് ഈക്വൽ ആയിരിക്കുള്ളൂ, സെക്കൻഡ് എലിമെന്റ്സ് ഈക്വൽ ആയിരിക്കുള്ളൂ. എ ഈക്വൽ ടു സി ആൻഡ് ബി ഈക്വൽ ടു ഡി. എയും സിയും ഈക്വൽ ആയിരിക്കണം, ബിയും ഡിയും ഈക്വൽ ആയിരിക്കണം. എന്നാൽ മാത്രമേ ഓർഡേർഡ് പെയർ എന്താന്ന് പറയാൻ പറ്റുള്ളൂ, ഈക്വൽ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് എന്തറിയാം, ഗ്രാഫിലൊക്കെ ഓർഡേർഡ് പെയർ മാർക്ക് ചെയ്യാനൊക്കെ അറിയാം അല്ലെ. 1,2 ഒക്കെ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ അറിയുള്ളൂ. ഗ്രാഫിൽ XY പ്ലെയിനിൽ 1,2 1,2 മാത്രമേ ഈക്വൽ ഉള്ളൂ. തിരിച്ചിട്ട് ഈക്വൽ ആവൂല. ഓക്കെ, ഓർഡേർഡ് പെയർ ഫസ്റ്റ് എലിമെന്റ്സ് ഈക്വൽ ആയിരിക്കും, സെക്കൻഡ് എലിമെന്റ്സ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, രണ്ടാമത്തെ കീ പോയിന്റ് ആണ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്. ഒരു കാര്യം കേട്ടോ, ഇപ്പൊ എന്താണ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്? 2 സെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പൊ എ സെറ്റ് കിട്ടി, ബി സെറ്റ് കിട്ടി, ആ 2 സെറ്റിന്റെയും ഓൾ പോസിബിൾ ഓർഡേർഡ് ബേസ് നമ്മൾ എന്ത് ചെയ്യുക, സെറ്റിനുള്ളിലാക്കി എഴുതി വെക്കുക. അതാണ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്. ഇപ്പൊ ഇവിടെ പറഞ്ഞത് ഒരു 1 മാർക്ക് ഇവിടെ നോക്കുക. സെറ്റ് എയില് P എലമെന്റ്സ് ഉണ്ട്, സെറ്റ് എയിൽ P എലമെന്റ്സ് ഇട്ടാ. ഇനി രണ്ടാം സെറ്റില് Q എലമെന്റ്സ് ഉണ്ട്. Then total number of elements A cross B. N of A cross B. ഇവിടെ ഇൻഡു കാണുമ്പോൾ ക്രോസ് പ്രൊഡക്റ്റ് ആണ് ആലോചിക്കേണ്ടത് ഈ ചാപ്റ്ററിൽ. ഓക്കെ, N of A cross B എന്താണ്? P into Q. നമ്മുടെ സെറ്റ് എയിൽ P എലമെന്റ്സും സെറ്റ് ബിയിൽ Q എലമെന്റ്സ് ആണ്. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യൂലേ, അതാണ് ടോട്ടൽ നമ്പർ ഓഫ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഉണ്ടാവും. അപ്പൊ സെറ്റ് എയിൽ 3 എലമെന്റ്സ്, സെറ്റ് ബിയിൽ 2 എലമെന്റ്സ്. 3 into 2 6 എലമെന്റ്സ് ആണ് നിങ്ങൾക്ക് എന്തിൽ കിട്ടുക, കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് കിട്ടുക. ഞാൻ ജസ്റ്റ് പറഞ്ഞ മോഡലൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ എന്ത് ചെയ്യുക, ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഇപ്പൊ തന്നെ ചെയ്യും. അപ്പൊ ക്വസ്റ്റ്യൻസ് ക്ലിയർ ആവുമ്പോൾ, ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോൾ എന്താവും, ഈ കാര്യമൊക്കെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇനി 3ാമത്തെ ഒരു പോയിന്റ് ഉണ്ട്, റിലേഷൻസിൽ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഇത് ഇങ്ങനെ തന്നെ പഠിച്ചോളാം. ഇവിടെ റിലേഷൻ എന്തോന്നാ ജസ്റ്റ് ഒന്ന് പറഞ്ഞായിരുന്നു നിങ്ങൾക്ക്. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഇല്ലേ, കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എഴുതിയിട്ട് അതിന്റെ ഉള്ളിൽ നിർത്തി എഴുതുന്ന എലമെന്റ്സ് എന്ന് വിളിക്കുക റിലേഷൻസ്. റിലേഷൻസിൽ കുറച്ച് കണ്ടീഷൻസ് പറയും, X ഈക്വൽ ടു Y അല്ലെ X plus Y ഈക്വൽ ടു 2. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എലമെന്റ്സ്. ആ എലമെന്റ്സ് എഴുതുമ്പോ നമുക്ക് ഒരു റിലേഷൻസ് എത്ര റിലേഷൻസ് ഉണ്ടാക്കാൻ പറ്റും, 2 സെറ്റിൽ നിന്ന്. ഇവിടെ സെറ്റ് എയിൽ P എലമെന്റ്സ്, സെറ്റ് ബിയിൽ Q എലമെന്റ്സ്. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ആണ് P into Q. ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻ ആണ് 2 raised to P into Q. 2 raised to സെറ്റ് എയിൽ എലമെന്റ്സ് ചെയ്ത ഇൻറ്റു
സെറ്റ് ബി എലമെന്റ്സ് 2 p into q. ഇത് ഇങ്ങനെ തന്നെ പഠിക്കുക. ഇത് സിമ്പിൾ ആണ്, എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് 2 p into q. ഇനി ഇവിടെ ഞാൻ എന്ത് ചെയ്യാൻ പോണ്, ഓർഡേർഡ് പെയറിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോണ്, കാർട്ടീഷ്യൻ പ്രോഡക്റ്റിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോണ്, റിലേഷൻസിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോണ്. നമ്മൾ അധികം തിയറി പോർഷൻ പറയാനുള്ള പ്രോബ്ലംസ് കറക്റ്റ് പഠിച്ചാൽ മതി. ഇത് ലേറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് വേണ്ട. എപ്പോഴും നിങ്ങൾക്ക് 2 മാർക്ക് ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ട്, ഇഫ് ordered pair x by 3 plus 1 comma y minus 2 by 3 equal to ordered pair 5 by 3 comma 1 by 3. രണ്ട് ordered pair equal ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഫൈൻഡ് വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ. ഫസ്റ്റ് ഓർഡേർഡ് പെയറിൽ കുറച്ച് എക്സും വൈ ഒക്കെ അടങ്ങുന്നില്ലേ, ആ എക്സിന്റെ വൈയുടെ വാല്യൂ ആണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഓർഡേർഡ് പെയർ ഈക്വൽ ആണെങ്കിൽ പഠിപ്പിച്ചെന്ന് ഫസ്റ്റ് എലമെന്റ്സ് ഈക്വൽ ആയിരിക്കുള്ളൂ, സെക്കൻഡ് എലമെന്റ്സ് ഈക്വൽ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എഴുതാം, ഇവിടെ എക്സ് ബൈ 3 പ്ലസ് 1 ഈക്വൽ ടു ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റ് ആണ് 5 by 3. ഇതൊരു ഇക്വേഷൻ. ഈ ഇക്വേഷൻ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് വേണം, എക്സിന്റെ വാല്യൂ ആണ്. ഇവിടെ എന്ത് ചെയ്യണം, എക്സിന് മാത്രം എൽ എച്ച് എൽ, ബാക്കിയുള്ള എല്ലാത്തിനെയും എങ്ങോട്ട് കൊടുക്കണം, ആർ എച്ച് എസിൽ കൊടുക്കണം. അപ്പൊ നോക്കി എക്സ് ബൈ 3 ഈക്വൽ ടു 5 by 3 അവിടെ ഉണ്ട്. ഈ പ്ലസ് 1 പുറം വരുമ്പോൾ എന്താവും, -1. 1 എന്ന് പറഞ്ഞാൽ 1 by 1 അല്ലേ. അപ്പൊ എക്സ് ബൈ 3 സബ്ട്രാക്ഷനിൽ ഡിനോമിനേറ്റർ ഈക്വൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. 5 into 1 5 ആണ്, -3 into 1 3 ആണ്, ഡിവൈഡ് ബൈ 3 into 1 എന്താണ് 3. അപ്പൊ നിങ്ങൾക്ക് എഴുതാം എക്സ് ബൈ 3 ഈക്വൽ ടു നിങ്ങൾക്ക് എന്ത് ചെയ്താ 5 - 3 2 by 3 എഴുതാം. അപ്പൊ എക്സിന് വാല്യൂ കിട്ടിയെങ്കിൽ ഈ ബൈ 3 പുറം കൊടുക്കുക, ബൈ 3 പുറം വരുമ്പോൾ എന്താവും into 3 ആവും. അപ്പൊ നിങ്ങൾക്ക് ആൻസർ എക്സ് ഈക്വൽ ടു 2 by 3 into 3. ആരെ ക്യാൻസൽ ചെയ്യുക, 3 ക്യാൻസൽ ചെയ്ത് എക്സ് ഈക്വൽ ടു ആൻസർ എന്ത് കിട്ടി 2, എക്സിന്റെ വാല്യൂ 2. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എലമെന്റ്സ് ഈക്വൽ ആണെന്ന് ഇക്വേറ്റ് ചെയ്തപ്പോൾ എക്സിന്റെ വാല്യൂ കിട്ടി. നമുക്ക് എന്തറിയാം, ഈ ഓർഡർ പേരിലെ സെക്കൻഡ് എലമെന്റ്സും ഈക്വൽ ആയിരിക്കുള്ളൂ. അപ്പൊ രണ്ടാമത്തെ കണ്ടീഷൻ നമ്മുടെ കയ്യിലുണ്ട്, y - 2 by 3 ആണ് ഫസ്റ്റ് ഓർഡർ പേരിലെ സെക്കൻഡ് എലമെന്റ്, ഈക്വൽ ടു സെക്കൻഡ് ഓർഡർ പേരിലെ സെക്കൻഡ് എലമെന്റ് ആരാണ് 1 by 3. ഇത് രണ്ടും ഈക്വൽ ആണെന്ന് അറിയാം. ഇവിടുന്ന് വൈഡ് വാല്യൂ കാണാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഇവിടെ ഈ -2 by 3 ഡയറക്റ്റ് അപ്പുറം കൊടുക്കും. അപ്പൊ എന്താവും, ഈ മൈനസ് മാറി പ്ലസ് ആവും. അപ്പൊ എനിക്ക് എഴുതാം y ഈക്വൽ ടു 1 by 3 പ്ലസ് 2 by 3. y ഈക്വൽ ടു ഇവിടെ അഡീഷൻ, ഡിനോമിനേറ്റർ ഈക്വൽ ആണ്. അപ്പൊ എന്ത് ചെയ്യാം, ന്യൂമറേറ്റർ ആഡ് ചെയ്യാൻ, ഡിനോമിനേറ്റർ തന്നെ 1 + 2 എന്താണ് 3. അപ്പൊ 3 by 3 ക്യാൻസൽ ചെയ്യാതെ 3 വെച്ചപ്പോ ആൻസർ എന്ത് കിട്ടും, വെട്ടിക്കളയുമ്പോ y ഈക്വൽ ടു 1. അപ്പൊ എക്സിന്റെ വാല്യൂ കിട്ടി 2, വൈയുടെ വാല്യൂ കിട്ടി 1. അപ്പൊ ഓർഡർ ബേസ് ഈക്വൽ ആണെങ്കിൽ ഇക്വേറ്റ് ചെയ്യുക ഫസ്റ്റ് എലമെന്റ്സുകൾ, സെക്കൻഡ് എലമെന്റ്സ് ഇക്വേറ്റ് ചെയ്യുക, അവിടെ എന്ത് വാല്യൂ കിട്ടും, എക്സിന്റെ വൈയുടെ വാല്യൂ കിട്ടും. ഇത് കറക്റ്റ് ആയിട്ട് പഠിക്കണം കേട്ടോ. കിട്ടാത്തവര് ബാക്ക് അടിച്ച് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ പഠിക്കുക. ഇവിടെ ഇക്വേറ്റ് ചെയ്ത് ബാക്കിയുള്ളൊക്കെ 10ൽ പഠിച്ച സിമ്പിൾ സിംപ്ലിഫിക്കേഷൻ, അഡീഷനും സബ്ട്രാക്ഷനും ഈക്വലിന് അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് ആവും. ഇതൊക്കെ പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടോ, ഇല്ല. അപ്പൊ ഇതേപോലെ ദിവസം നിങ്ങൾക്ക് 10ാമത്തേല് മോർക്കോസിലോ റിട്ടേറെ കറക്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഇനി രണ്ടാമത്തേലോട്ട് പോകും. ഇതാണ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്. ഓക്കെ, ഒന്നാമത്തെ കീ പോയിന്റ് വെച്ചുള്ള ക്വസ്റ്റ്യൻ പഠിച്ചു. ഇനി രണ്ടാമത്തെ കീ പോയിന്റ്, ഇവിടെ ഈ 2 സെറ്റ് ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ട്. സെറ്റ് ജി ഉണ്ട് 7,8, സെറ്റ് എച്ച് ഉണ്ട് 2, 4, 6. നമുക്ക് എന്ത് കാണണം, ജി ക്രോസ് എച്ച് കാണണം, എച്ച് ക്രോസ് ജി കാണണം, വെച്ചാൽ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് കാണണം. അപ്പൊ നോക്കി ജി ക്രോസ് എച്ച് കാണണം, ജി ക്രോസ് എച്ച്. തെറ്റാണ്ടിരിക്കാൻ വേണ്ടിട്ട് സെറ്റ് ജി എഴുതി വെക്കുക, ക്രോസ് സെറ്റ് എച്ച് എഴുതി വെക്കുക. ഓക്കെ, ഇവിടെ ജി സെറ്റ് ചെയ്താണ് എനിക്ക് പറഞ്ഞത് 7, 8, ക്രോസ് എച്ച് സെറ്റ് ചെയ്താണ് എനിക്ക് പറഞ്ഞത് 2, 4, 5. 2 സെറ്റ് കിട്ടി. ഇതിന്റെ ക്രോസ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്. ഇവിടെ ഇതാണ് മീനിങ്, സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഓർഡേർഡ് ബേസ്. ഈ 2 സെറ്റിൽ നിന്നും പോസിബിൾ ആയിട്ടുള്ള എല്ലാ ഓർഡേർഡ് പേരും സെറ്റിനുള്ളിലാക്കി എഴുതുക. അപ്പൊ നോക്കി ജി ക്രോസ് എച്ച് ആൻസർ ചെയ്താൽ കേട്ടോ, ജി ക്രോസ് എച്ച് സെറ്റ് ഓഫ് പറ്റാവുന്ന എല്ലാ പോസിബിൾ ആയുള്ള ഓർഡേർഡ് പേര് എഴുതുക. ആദ്യം എന്ത് ചെയ്യുക, 7 വെച്ച് പോസിബിൾ ഓർഡേർഡ് പേര് 7, 2, 7, 4, 7, 5 ഓർഡേർഡ് പേര് രൂപത്തിൽ എഴുതുന്നുണ്ട്. അപ്പൊ എങ്ങനെ 7, 2 എഴുതാ, കോമൺ എലമെന്റ് അടുത്ത എലമെന്റ് 7, 4, അടുത്ത ഒരെണ്ണം കൂടി 7, 5. ഓക്കെ, ഇനി രണ്ടാമത്തെ 8 വെച്ച് ഇതേപോലെ പേര് ചെയ്യാം, 8, 2, അടുത്തത് 8, 4, അവസാനം 8, 5, 8, 5. ഓരോ ഓർഡേർഡ് പേരും ഇത് കോമൺ ഇടണം കേട്ടോ. ഇനി ആരെങ്കിലും ഉണ്ട് പേര് ചെയ്യാൻ, ആരുമില്ല. ഇതാണ് ജി ക്രോസ് എച്ച്. ഇനി ശരിയാണോ തെറ്റാണോ എനിക്കറിയാം. ടോട്ടൽ നമ്പർ ഓഫ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ആണ് നിങ്ങൾ പഠിച്ചിരുന്നത്. ചില ജി ക്രോസ് എച്ചിലെ എലിമെന്റ്സ് ആണ്. ഓക്കെ, ജിയില് 2 എലിമെന്റ്സ്, എച്ചില് 3 എലിമെന്റ്സ്. 2 into 3 എത്രയാണ്, 2 into 3 6. 6 എലിമെന്റ്സ് എനിക്ക് ജി ക്രോസ് എച്ചിൽ ഉണ്ടായിരിക്കണം. 1, 2, 3, 4, 5, 6 സെറ്റ് 6 എലിമെന്റ്സ് ജി ക്രോസ് എച്ച് കിട്ടി. ഇതേപോലെ എച്ച് ക്രോസ് ജി കാണണം, എച്ച് ക്രോസ് ജി. ഇവിടെ എന്തൊന്ന് പ്രാധാന്യം ഉണ്ട്,
എന്തിന് ഓർഡേഡ് പ്രൈസ് എന്തിന് അതിന് ഓർഡറിന് പ്രാധാന്യമുണ്ട്. ഫസ്റ്റ് എലമെന്റും സെക്കൻഡ് എലമെന്റും മാറാൻ പാടില്ല. ഇവിടെ ജി ക്രോസ് എച്ചിൽ നിർബന്ധമായിട്ടും ഇവിടെ ഫസ്റ്റ് എലമെന്റ്സ് എല്ലാം ജീറുള്ളതായിരിക്കണം. 7ഉം 8ഉം മാത്രം വരാൻ പാടുള്ളൂ. സെക്കൻഡ് എലമെന്റ്സ് എന്ത് വരാൻ പാടുള്ളൂ? 2, 4, 6. ഇവിടെ എച്ച് ക്രോസ് ജിയിലപ്പോ എന്തായിരിക്കും ഐഡിയ? ഫസ്റ്റ് എലമെന്റ്സ് എല്ലാം എച്ചിലായിരിക്കണം, സെക്കൻഡ് എലമെന്റ്സ് എല്ലാം ജിയിലായിരിക്കണം. അപ്പൊ തെറ്റാണ്ടിരിക്കണം. ആദ്യം എച്ച് ചെയ്ത എച്ച് നമ്മുടെ കയ്യിലുണ്ട്. സെറ്റ് 2, 4, 5 ക്രോസ് ജിയും നമ്മുടെ കയ്യിലുണ്ട്. ക്വസ്റ്റ്യനിൽ 7, 8. ഈ രണ്ട് സെറ്റിന്റെ പോസിബിൾ ആയിട്ടുള്ള എല്ലാ ഓർഡേഡ് ബേസ് എഴുതി വെക്കുക. അപ്പൊ ഇങ്ങനെ പേര് ചെയ്യണം കേട്ടോ. ഇയാളെ വെച്ച് പേര് ചെയ്യണം. 2 വെച്ച് പേര് ചെയ്താൽ ആരെ കിട്ടും? 2, 7 കിട്ടും, 2, 8 കിട്ടും. ഓർഡേഡ് പേർ 2, 7, ഓർഡേഡ് പേർ 2, 8. ഇനി 4 വെച്ച് ഇതേപോലെ പോയി ആരെ കിട്ടും? 4, 7 കിട്ടും, 4, 8 കിട്ടും അല്ലെ? 4, 7 കിട്ടും, 4, 8 കിട്ടും. ഇനി 5 വെച്ച് പേര് ആരെ കിട്ടും? 5, 7 കിട്ടും, 5, 8 കിട്ടും. ഇതാണ് എന്ത്? എച്ച് ക്രോസ് ജി. എച്ച് ക്രോസ് ജി കിട്ടി. ഇനി നിങ്ങളോട് പറയുന്നത് എച്ച് ക്രോസ് സിയും ജി ക്രോസ് എച്ചും ഈക്വൽ എല്ലാം തെളിയിക്കാൻ പറയാണ്. സിമ്പിൾ ആണ്. ഏതെങ്കിലും ഒരു എലമെന്റ് എടുക്കുന്നുണ്ട് ഈക്വൽ എന്ന് പറയാം. ഇവിടെ 7,2 നോട്ട് ഈക്വൽ ടു 2,7 എന്ന് പറയാം. പറഞ്ഞോളൂ എനിക്ക്. ഇത് രണ്ടും ഓർഡേഡ് പേരും ഈക്വൽ ആണ്. ഈക്വൽ അല്ല, കാരണം ഫസ്റ്റ് എലമെന്റ്സും സെക്കൻഡ് എലമെന്റ്സ് ഈക്വൽ അല്ല. അപ്പൊ therefore നിങ്ങൾ എങ്ങനെ ചോദിച്ചിരിക്കാ? therefore നിങ്ങൾക്ക് എഴുതാ എച്ച് ക്രോസ് ജി നോട്ട് ഈക്വൽ ടു ജി ക്രോസ് എച്ച് എന്ന് പറയാം. ഈക്വൽ ആണ് തെളിയിക്കാൻ പറയണില്ല. ഇപ്പൊ ചില ക്വസ്റ്റ്യൻ ഷോദാറ്റ് ചോദിക്കാം. ചിലപ്പോൾ ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ മാത്രം പറയുള്ളൂ എച്ച് ക്രോസ് ജിയും ജി ക്രോസ് എച്ചും. ഇനി ഷോദാറ്റ് ചോദിച്ചാൽ ഏതുള്ള എലമെന്റ് എടുക്കുക ഈക്വൽ ആണ് തെളിയിക്കുക എന്നിട്ട് ഇത് therefore എച്ച് ക്രോസ് ജി നോട്ട് ഈക്വൽ ടു ജി ക്രോസ് എച്ച്. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് കാണാൻ സിമ്പിൾ. ഏതൊരു സെറ്റ് കിട്ടിക്കാൻ നിങ്ങൾ എന്താണ് പഠിക്കണം? കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ആണ് പഠിക്കണം കേട്ടോ. സിമ്പിൾ ആണ്. ഇനി ഇവിടെ ഈ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ത് പഠിക്കാൻ പോകുന്നത്? റിലേഷൻ പഠിക്കാൻ പോകുന്നത്. ഇതില് ചിലത് മാത്രം എന്തിൽ ചെയ്തുള്ളൂ? റിലേഷൻസിൽ ചെയ്തുള്ളൂ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിൽ. അപ്പൊ ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ ആക്കി പറഞ്ഞുതരാം. ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ഇവിടെ നോക്കാം. ഇവിടെ ആദ്യം ക്വസ്റ്റ്യൻ വായിച്ച് ഒരു കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിൽ വെച്ചാല് ദ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓഫ് പി ക്രോസ് പി. പി ക്രോസ് പിയില് 9 എലമെന്റ്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. പി ക്രോസ് പി ചെയ്യുമ്പോ among which are found ordered pair a, 0 and ordered pair minus a, 0 make എന്ത് ചെയ്ത് ഫൗണ്ട് ചെയ്തു. Okay, a relation from P to B is defined as R equal to. ഇവിടെ റിലേഷൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്ത സെറ്റ് ബിൽഡർ ഫോം. R equal to റിലേഷനുള്ളിലും ഓർഡേഡ് പേർ തന്നെ ആയിരിക്കുള്ളൂ. പക്ഷെ എല്ലാ ഓർഡേഡ് പേരും അല്ല. ഇവിടെ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് such that x plus y equal to 0. ഇതാണ് കണ്ടീഷൻ. ഓക്കെ, ഓർഡേഡ് പേർ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടണം? 0 ആൻസർ കിട്ടണം. ഇതാണ് കണ്ടീഷൻ കേട്ടോ. അപ്പൊ നോക്കി നമ്മുടെ ഫസ്റ്റ് സെന്റൻസ് വായിച്ചാൽ അതിനനുസരിച്ച് അവൻ എന്ത് ചെയ്യേണ്ടത്? സബ് ക്വസ്റ്റ്യൻസ് ആൻസർ ഇടും. ഏറ്റവും ആദ്യം ഫൈൻഡ് പി. പി സെറ്റ് കാണണം. രണ്ടാമത്തത് ഈ റിലേഷനാ നമ്മൾ എന്ത് രൂപത്തിലാക്കണം? ആരോ ഡയഗ്രത്തിൽ ഡിഫൈൻ ചെയ്യണം. ഓക്കെ, ഇനി മൂന്നാമത്തത് ഡൊമൈൻ കാണാം, റേഞ്ച് കാണാം. നാലാമത്തത് ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കണത് വെച്ചാൽ എത്ര റിലേഷൻസ് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നോക്കട്ടെ. ഏറ്റവും ആദ്യം സെറ്റ് പി കാണാൻ പോകും. അപ്പൊ നമുക്കറിയാലോ പി ക്രോസ് പിയിലെ കുറച്ച് എലമെന്റ്സ് ഇല്ലേ? 2 എലമെന്റ്സ് നമ്മുടെ കയ്യിലുണ്ട്. ആരൊക്കെ ഉണ്ട്? -a, 0 ഉണ്ട്, a, 0 ഉണ്ട്. ഇത് രണ്ടും നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇത് പി ക്രോസ് പിയിലുള്ള എലമെന്റ്സ് ആയിരിക്കുള്ളൂ. അപ്പൊ പി സെറ്റ് കാണുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പി സെറ്റ് അല്ല കണ്ടുപിടിക്കേണ്ടത്. പി സെറ്റ് ഇവിടെ പി സെറ്റില് സെറ്റ്. ഓക്കെ, ഇവിടെ ഈ പി ക്രോസ് പി ചെയ്യുമ്പോഴല്ലേ എനിക്ക് ഈ ഓർഡർ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് കിട്ടുക. ഇതിലെല്ലാ എലമെന്റ്സും പി ഉള്ളതായിരിക്കുള്ളൂ. അപ്പൊ ആരൊക്കെ ഉണ്ടാവും? -a ഇവിടുത്തെ എലമെന്റ് ആയിരിക്കുള്ളൂ. അതുപോലെ തന്നെ 0യും ഇവിടുത്തെ എലമെന്റ് ആയിരിക്കുള്ളൂ. ഞാനുള്ളത് എ. ഇത് A ആണ്. ഞാനല്ല A ആണ്. എയും ഇവിടുത്തെ എലമെന്റ് ആയിരിക്കുള്ളൂ. 0യും ഇവിടുത്തെ എലമെന്റ് ആണ്. പക്ഷെ 0 റിപ്പീറ്റ് ചെയ്യണം. അപ്പൊ നിങ്ങൾ ഒരു കാര്യം പഠിച്ചിട്ട് സെറ്റ് ചാപ്റ്ററിൽ ഒരു എലമെന്റ് ഒരു വട്ടം എഴുതാൻ പാടില്ല. റിപ്പീറ്റേഷൻ നോട്ട് അലൗഡ് ആണ്. അപ്പൊ എനിക്ക് 3 എലമെന്റ്സ് കിട്ടി. ഈ 3 എലമെന്റ്സ് വരുള്ളൂ ഉറപ്പാണ്. കാരണം നമുക്കറിയാം പി ക്രോസ് പിയിൽ 9 എലമെന്റ്സ് ആണ്. ഇത് തന്നെയാണ് പി. ഇതിന് ക്രോസ് പിന്നെയും പി ചെയ്യാം. 3 × 3 എനിക്ക് എത്ര എലമെന്റ്സ് കിട്ടും? 9 എലമെന്റ്സ്. ഒന്നാമത്തെ ആൻസർ സുഖമായിട്ട് കിട്ടി. അത് നമ്മുടെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓർഡേഡ് ബേസ് ഉള്ളപ്പോ -a, 0, a. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഈ സാധനത്തിന് ആരോ ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്യണം. ആരോ ഡയഗ്രം വരയ്ക്കാൻ ആദ്യം എന്ത് ചെയ്യാം? 2 സെറ്റിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഇതേപോലെ 2 റൗണ്ട് ഇട്ട് വെക്കാം. ഇനി റിലേഷൻ ഫ്രം എവിടുന്ന് എവിടോട്ടാണ്? ഈ റിലേഷൻ ഫ്രം പി ടു പി ആണ് ക്വസ്റ്റ്യൻ പറയുന്നത്. ഈ റിലേഷൻ ഫ്രം പി ടു പി. അപ്പൊ ഫസ്റ്റ് സെറ്റിന്റെ പേര് പി ചെയ്താ ഇവിടെ പിയിൽ നിന്ന് പിയിലോട്ട് പി ചെയ്താ റിലേഷൻ ഡിനോട്ട് ചെയ്യാണ്ട് ഇവിടെ ആർ എടുക്കുക. ഈ റിലേഷൻ ഫ്രം പി ടു പി. ഇനി പിയിലുള്ള
എലമെന്റ്സ് ഒക്കെ ഇത് ആർക്കുണ്ട് എലമെന്റ്സ് മൈനസ് എ 0 എ ഇവിടെ മൈനസ് എ 0 എ ഇപ്പോഴും ആരോ ഡയഗ്രം ആയിട്ട് മാറില്ല കേട്ടോ. ഇനി ചെയ്യേണ്ട പരിപാടി ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എലമെന്റ്സിന് എന്ത് ചെയ്യണം ആരോ മാർക്ക് കൊടുക്കുക. കണ്ടീഷൻ എന്തായിരുന്നു റിലേഷന്റെ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 0 കേട്ടോ. വെച്ചാൽ ഇത് ഈ രണ്ടാളും ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടണം 0 ആൻസർ എന്ന് ആരൊക്കെയാണ് നോക്കാം. അപ്പൊ ആരൊക്കെയാണ് വരും എനിക്ക് പറഞ്ഞേ മൈനസ് എ പ്ലസ് മൈനസ് എ 0 വരും ഇല്ലല്ല മൈനസ് 1 പ്ലസ് മൈനസ് 1 എന്താണ് വരിക മൈനസ് 2 ആണ് വരിക. അപ്പൊ 0 വരില്ല അപ്പൊ ആൾക്ക് ആരോ മാർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി മൈനസ് എ പ്ലസ് 0 വരും മൈനസ് എ പ്ലസ് 0 വരും ഇല്ലല്ല മൈനസ് 1 പ്ലസ് 0 ആണ് അല്ല അപ്പൊ ആളെ പറ്റൂല. പിന്നെ ആരെ മാത്രം പറ്റുള്ളൂ പറഞ്ഞ എനിക്ക് മൈനസ് എയും മൈനസ് എയും ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് ആൻസർ കിട്ടും 0 മൈനസ് 1 പ്ലസ് 1 0 അല്ലേ. ഓക്കെ ഇനി 0 പ്ലസ് മൈനസ് എ 0 കിട്ടൂല 0 പ്ലസ് 0 കിട്ടും ഉറപ്പല്ലേ 0 പ്ലസ് 0 എന്താണ് 0 ആണ്. ഇനി 0 പ്ലസ് എയും 0 കിട്ടൂല. ഇനി എ വെച്ച് എനിക്ക് നോക്കി എ പ്ലസ് മൈനസ് എ അല്ലെ 1 പ്ലസ് മൈനസ് 1 മൈനസ് 1 0 കിട്ടും. അതേപോലെ എ പ്ലസ് മൈനസ് എനിക്ക് 0 കിട്ടും. എ പ്ലസ് 0 കിട്ടും ഇല്ല അത് എ പ്ലസ് എ 0 കിട്ടും 2 കിട്ടാം. അപ്പൊ എനിക്ക് ഇവിടെ എക്സ് പ്ലസ് വൈ ഈക്വൽ 0 ഉള്ള ആൾക്കാർക്ക് മാത്രം എന്ത് ആരോ മാർക്ക് കൊടുക്കുക. അപ്പൊ ഈ ആരോ മാർക്ക് കൂടി വരച്ചത് എന്തായിട്ട് മാറി ആരോ ഡയഗ്രം ആയിട്ട് മാറി. ഇത്രയുള്ള പരിപാടി. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി എല്ലാ റിലേഷൻസിലെ ക്വസ്റ്റ്യനും ഇങ്ങനെ തന്നെ ഏകദേശം ചോദിക്കാം. ഓക്കെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക അല്ലാത്ത റിലേഷന്റെ ക്വസ്റ്റ്യൻ ഉണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും നിർബന്ധമായിട്ടും. അവിടെ നിന്ന് എന്ത് കാണാൻ ഡൊമെയിനും റേഞ്ചും കണ്ടുപിടിക്കാൻ. അപ്പൊ പഠിയ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ ഫസ്റ്റ് എലമെന്റ്സ് ഇൻ ദ ഓർഡേർഡ് ബേസ്. റേഞ്ച് സെറ്റ് ഓഫ് ഓൾ സെക്കൻഡ് എലമെന്റ്സ് ഇൻ ദ ഓർഡേർഡ് ബേസ്. ഫസ്റ്റ് എലമെന്റ്സ് പറയുമ്പോൾ എക്സിന്റെ ഓർഡേർഡ് ബേസിനെ സെറ്റ് എന്ത് വിളിക്കുക ഡൊമെയിൻ എന്ന് വിളിക്കുക. വൈന്റെ സെറ്റ് എന്ത് വിളിക്കുക റേഞ്ച് എന്ന് വിളിക്കുക. അപ്പൊ നോക്കിയേ ആദ്യം എന്ത് ചെയ്യുക ഈ റിലേഷന് ആരോ ഡയഗ്രത്തിൽ അല്ലാണ്ട് റോസ്റ്റർ ഫോമിൽ എഴുതി വെക്കുക. ഓക്കെ ആരോ ഡയഗ്രം വരച്ചിരുന്ന റോസ്റ്റർ ഫോം ചെയ്താൽ സുഖമാണ്. ഇയാളൊക്കെ എന്തിട്ട് എഴുതിയാൽ വെച്ച് ഓർഡേർഡ് ബൈ രൂപത്തിൽ എഴുതിച്ചാൽ മതി. വെച്ചാല് ആഡ് ചെയ്യുമ്പോൾ 0 ഇടുന്നത് ആരൊക്കെയാണ് മൈനസ് എ ഉണ്ട് അതേപോലെ തന്നെ 0 ഉണ്ട് അതുപോലെ തന്നെ ആരുണ്ട് എ കോമ മൈനസ് എ ഉണ്ട്. ഇതാണ് റോസ്റ്റർ ഫോം. ഈ സാധനം എന്ത് ചെയ്യുക മാർക്ക് പോണതുകളില്ലേ അതൊക്കെ എന്ത് ചെയ്യുക കോമട്ട് ഓരോ ഓർഡേർഡ് ബേസ് ആക്കി മാറ്റാം. ഇനി ഡൊമെയിൻ കാണും. ഡൊമെയിൻ കാണാൻ ക്വസ്റ്റ്യൻ സെറ്റ് ഓഫ് ഓൾ എന്തായിരുന്നു പറഞ്ഞത് എനിക്ക് ഡൊമെയിൻ എന്തായിരുന്നു ഡൊമെയിൻ സെറ്റ് ഓഫ് ഓൾ ഫസ്റ്റ് എലമെന്റ്സ് ഇൻ ദ ഓർഡേർഡ് ബേസ്. ഓക്കെ സെറ്റ് ഇടാം. ഫസ്റ്റ് എലമെന്റ്സ് ആരൊക്കെയാണ് മൈനസ് എ ഉണ്ട് 0 ഉണ്ട് എ ഉണ്ട്. ഇതാണ് ഡൊമെയിൻ. റേഞ്ച് ആണ് വരിക റേഞ്ച് സെറ്റ് ഓഫ് ഓൾ സെക്കൻഡ് എലമെന്റ്സ് ഇട്ടാ ഈ വൈ എലമെന്റ്സ് ആരൊക്കെയാണ് എ ഉണ്ട് 0 ഉണ്ട് മൈനസ് എ ഉണ്ട്. ഓക്കെ ഡൊമെയിൻ കിട്ടി റേഞ്ച് കിട്ടി. ഇനി എങ്ങാനും കോഡൊമെയിൻ കാണാൻ പറഞ്ഞു. കോഡൊമെയിൻ അത് ഇത്രേ ഉള്ളൂ കേട്ടോ. റിലേഷൻ ഫ്രം പി ടു ബി അല്ലേ രണ്ടാമത്തെ സെറ്റ് ആരാണോ അതാണ് കോഡൊമെയിൻ. പി ടു പി ആയതുകൊണ്ട് പി കോഡൊമെയിൻ. രണ്ടാം സെറ്റ് ബി അല്ലേ എ ടു ബി ആണെങ്കിലോ റിലേഷൻ ബി ടു എ ആണെങ്കിലോ എ. രണ്ടാം സെറ്റ് ആണെന്നതാണ് കോഡൊമെയിൻ. ഇനി ഏറ്റവും അവസാനം ഹൗ മെനി റിലേഷൻസ് ആർ പോസിബിൾ ഫ്രം പി ടു പി. പിയിൽ നിന്ന് പിയിലോട്ട് എത്ര റിലേഷൻസ് ഉണ്ടാകാൻ പറ്റും നിങ്ങൾക്ക് ഇക്വേഷൻ പഠിപ്പിച്ചത് ഏറ്റവും ആദ്യം എന്തായിരുന്നു ഇക്വേഷൻ 2 raised to p into q. അപ്പൊ നോക്കി നാലാമത്തെ കേട്ടാ ഫൈനൽ ആൻസർ ഇവിടെ ചെയ്തിട്ടുണ്ട് ചെറുതാക്കിയിട്ട്. നാലാമത്തത് ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻ പോസിബിൾ ആണ് 2 raised to p into q. p എന്തായിരുന്നു നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സെറ്റ് പി. ഫസ്റ്റ് സെറ്റിൽ എലമെന്റ്സ് ഇവിടെ 2 സെറ്റിൽ 3 എലമെന്റ്സ് ഉള്ളൂ. അപ്പൊ 2 raised to 3 into 3 വരും p into q വരും. അപ്പൊ 2 raised to 6 കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് 64 ആൻസർ വരും. 2 raised to 6 ഉണ്ട്. അപ്പൊ 64 റിലേഷൻസ് എനിക്ക് ഫോം ചെയ്യാൻ പറ്റും ഈ പി എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് പി ക്രോസ് പിയിൽ നിന്ന്. ഓക്കെ ഇതേപോലെ ക്വസ്റ്റ്യൻസ് ആയിട്ട് പഠിക്കുക. ആരോ ഡയഗ്രം റെപ്രസെന്റ് ചെയ്യാൻ പഠിക്കുക. റോസ്റ്റർ ഫോം റെപ്രസെന്റ് ചെയ്യാൻ പഠിക്കുക. ഡൊമെയിൻ കാണാൻ പഠിക്കുക. റേഞ്ച് കാണാൻ പഠിക്കുക. ഇത്രയും പഠിച്ച റിലേഷൻസ് ഭാഗം കഴിഞ്ഞ് ഇത്രയുള്ള റിലേഷൻസിൽ റിലേഷൻ പഠിക്കുമ്പോൾ ആദ്യം കൂടിയിട്ട് വേറൊരു ക്വസ്റ്റ്യൻ അത് കഴിഞ്ഞിട്ട് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിൽ ക്വസ്റ്റ്യൻ അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എന്ത് കാണാൻ റിലേഷൻസ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇനി മൂന്നാമത്തെ കറക്റ്റ് ആയിട്ട് പഠിക്കാൻ ഇമ്പോർട്ടന്റ് ആണ് എപ്പോഴും ചോദിക്കാറുണ്ട്. ഇനി നാലാമത്തെ നോക്കിയ നാലാമത്തെ ക്വസ്റ്റ്യൻ ഇപ്പൊ നമുക്ക് വലിയൊരു സെറ്റ് വന്നിട്ടുണ്ട് എ എന്ന് പറഞ്ഞ സെറ്റ്. എ ഈക്വൽ ടു സെറ്റ് 1 2 3 4 എക്സെട്ര അപ് ടു 14 വരെ. ഡിഫൈൻ എ റിലേഷൻ എവിടെ നിന്നാ നോക്കി എയിൽ നിന്ന് എയിലോട്ട് എ ടു എ. ഇനി റിലേഷൻ നമ്മുടെ സെറ്റ് ബിൽഡർ ഫോമിൽ വന്നിട്ടുണ്ട് ഒരു സെന്റൻസ് രൂപത്തിൽ. ഇവിടെ ആർ ഈക്വൽ ടു സെറ്റ് എക്സ് കോമ വൈ സച്ച് ദാറ്റ്
such that 2x minus y equal to 0, xy element of A. Okay, ഇവിടുത്തെ കണ്ടീഷൻ എന്തായിരുന്നു? നേരത്തെ x plus y equal 0. ഇവിടെ എന്തായിരുന്നു? 2x minus y equal to 0 ആണ് കണ്ടീഷൻ. ഓഡേഡ് പേരുണ്ട് കേട്ടോ. ഇത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓഡേഡ് പേര് എടുത്തിരുന്നു. എവിടുന്ന്? A ക്രോസ് എയിൽ നിന്ന്. ഓക്കെ, അപ്പൊ നോക്കിയേ, ആദ്യം ഇതിനെ റോസ്റ്റർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാം. A ക്രോസ് എ എഴുതിയിട്ട് അതിന് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ എലമെന്റ്സ് നമ്മുടെ കുറെ എലമെന്റ്സ് ചെയ്തു 40 into 14 അല്ലേ വരിക, കുറെ ക്രോസ് പ്രൊഡക്റ്റ് എലമെന്റ്സ് വരില്ലേ. അപ്പൊ അങ്ങനെ ചെയ്യേണ്ട ആവശ്യം. എന്ത് ചെയ്യാ? ആദ്യം ആ കണ്ടീഷൻ നോക്കി, 2x minus y equal to 0 അല്ലേ കണ്ടീഷൻ. എന്ത് ചെയ്യാ? x ഒരു ഭാഗത്തും y ഒരു ഭാഗത്തും ആക്കാം. അപ്പൊ സിമ്പിൾ ആവും ചെയ്യാനായിട്ട്. നോക്കിയേ, മൈനസ് വൈ അപ്പുറം വരുമ്പോ എന്താവും? പ്ലസ് വൈ ആവും. അപ്പൊ എന്ത് ചെയ്യുക? 2x equal to y. ഞാൻ ഓരോ എലമെന്റ്സ് ആയിട്ട് കൊടുക്കണം കേട്ടോ. A ക്രോസ് ചെയ്യാനുള്ള A ക്രോസ് ചെയ്യില്ല, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എലമെന്റ്സ്. നോക്കിയേ, സെറ്റ് ചെയ്യില്ല, എക്സിനാണ് 1 കൊടുക്കണം. പുട്ട് x equal to 1 ഈ കണ്ടീഷനിൽ. അപ്പൊ നോക്കി, 2 into 1 equal to 2 into 1 എന്താണ്? 2. എക്സിന് ഞാൻ 1 കൊടുക്കുമ്പോ വൈയുടെ വാല്യൂ 2. അപ്പൊ എനിക്ക് ഒരു ഓടയുടെ പേരായി 1 കൊടുക്കുമ്പോ 2. ഒന്നുമില്ല, എക്സിന് ഏത് വാല്യൂ കൊടുക്കണം അതിന് ഇരട്ടി ആയിരിക്കുള്ളൂ വൈയുടെ വാല്യൂ. അപ്പൊ 1,2 ചെയ്ത. ഇനി 2 വരുമ്പോ ആരായിരിക്കുള്ളൂ? ഇനിയിപ്പോ എല്ലാം ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. 2 വരുമ്പോ ആരാ ആൻസർ ചെയ്യും? 2ന്റെ ഇരട്ടി എത്രയാണ്? 4 അല്ലെ? 3 വരുമ്പോൾ 6. അതിന് റോസ്റ്റർ ഫോമിൽ അപ്പൊ ഒന്നാമത്തെ ദിവസം ആൻസർ ഇട്ട R equal to റിലേഷൻ റോസ്റ്റർ ഫോമിൽ ചെയ്ത സെറ്റ് ഇടാം. പോസിബിൾ അല്ലെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന A ക്രോസ് എയിലെ എലമെന്റ്സ് ആരൊക്കെയാണ് വരിക? 1 വരുമ്പോ 2, കുഴപ്പമില്ല, 1,2. അടുത്ത് 1 വെച്ച് ഞാൻ ആരെയും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. 1 3 1 4 ഒന്നും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യൂല. 2x equal y സാറ്റിസ്ഫൈ ചെയ്യൂല. അടുത്ത് 2, 2ന്റെ ഇരട്ടി ആരാണ്? 4. 2 4 ചെയ്ത. അടുത്ത് 3 വെച്ച 3 6 ചെയ്ത. അടുത്ത 4 വെച്ച 4ന്റെ ഇരട്ടി 4 8 ചെയ്ത. 5 വെച്ച 5 10 ചെയ്ത. 5ന്റെ ഇരട്ടി 5ന് 2 10. ഇനി 6 വെച്ച 6 12 ചെയ്ത. 6 12 ചെയ്ത. 7 വെച്ച 7 14 ചെയ്ത. കുഴപ്പമില്ല. ഇനി 8 വെച്ച നമുക്ക് 14 വെച്ച 8 വെച്ച 8 16 ചെയ്ത. പക്ഷെ 8 16 പറ്റൂ. A ക്രോസ് എയിലെ എലമെന്റ്സ് അല്ലേ? A ക്രോസ് പറയുമ്പോ എയിൽ നിന്ന് എയിലോട്ട് റിലേഷൻ 14,14 വരെ മാക്സിമം വരുള്ളൂ. രണ്ടും എക്സും മാക്സിമം 14, വൈയും മാക്സിമം 14. അപ്പൊ 16 വരാൻ പാടില്ല. അപ്പൊ അയാളെ നമുക്ക് ഒഴിവാക്കാം, ഇയാളെ ഇതേണ്ട ആവശ്യമില്ല. ഇവിടെ ചേർത്ത എന്ത് ചെയ്യാ? സെറ്റ് ക്ലോസ് ചെയ്യും. ഇനി വേറെ ആരും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം 9ന്റെ ഇരട്ടി എത്ര വരിക? അതൊക്കെ 14 എബവ് ആയിരിക്കുള്ളൂ. 14 മുകളിൽ 10ന്റെ ഇരട്ടി 11ന്റെ ഇരട്ടി അവര് കിട്ടി. ഒന്നാം ദിവസത്തിന്റെ ആൻസർ കിട്ടി. പോസിബിൾ ആയിട്ടുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള A ക്രോസിലെ എലമെന്റ്സ് ആണ് ഈ റിലേഷനിൽ വരിക. ഇനി രണ്ടാമത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിലേഷന്റെ ക്വസ്റ്റ്യൻ ഉണ്ടോ? ഡൊമൈനും റേഞ്ചും കാണാൻ പറ്റും. കോഡൊമൈനും ഡൊമൈൻ എന്തായിരിക്കുള്ളൂ? ഡൊമൈൻ സെറ്റ് ഓഫ് ഓൾ ഫസ്റ്റ് എലമെന്റ്സ് ഇട്ടാ ആദ്യത്തെ എലമെന്റിന്റെ സെറ്റ് ആരൊക്കെയാണ് വരും? ഇവിടെ ആരൊക്കെ ഫസ്റ്റ് എലമെന്റ്സ്? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്. ഡൊമൈൻ. ഇനി കോഡൊമൈൻ ആണ്. കോഡൊമൈൻ എന്തായിരിക്കുള്ളൂ? കോഡൊമൈൻ ആണ് നിങ്ങൾ നേരത്തെ പറഞ്ഞു. A റിലേഷൻ ഫ്രം A to A ആണ്. എയിൽ നിന്ന് എയിലോട്ട്. അപ്പൊ രണ്ടാം സെറ്റ് ഇവിടെ ആര് തന്നെയാണ്? A. അപ്പൊ കോഡൊമൈൻ A സെറ്റ്. ഇനി റേഞ്ച് എന്തായിരിക്കുള്ളൂ? റേഞ്ച് സെറ്റ് ഓഫ് ഓൾ സെക്കൻഡ് എലമെന്റ്സ് എന്ന് നേരത്തെ പറഞ്ഞു. ആർക്ക് സെക്കൻഡ് എലമെന്റ്സ് 2 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്, 8 ഉണ്ട്, 10 ഉണ്ട്. 2 4 6 8 10 12 14 ആരൊക്കെയാണ് സെക്കൻഡ് എലമെന്റ്സ്? അതിന്റെ സെറ്റ് നമ്മൾ എന്ത് വിളിക്കുക? റേഞ്ച് എന്ന് വിളിക്കുക. അപ്പൊ ഡൊമൈൻ എഴുതി, കോഡൊമൈൻ എഴുതി, റേഞ്ച് എഴുതി. മാറിപ്പോവരുത്, കുറെ പേര് തെറ്റിക്കാറുണ്ട്. റേഞ്ച് ബൈ സെക്കൻഡ് എലമെന്റ്സ് ആണ് ഇപ്പോഴും വരിക, ഡൊമൈൻ ഫസ്റ്റ് എലമെന്റ്സ്. ഓക്കെ, അപ്പൊ റിലേഷൻസിലെ 2 ക്വസ്റ്റ്യൻസ് ചെയ്ത് അതിൽ ഇതും ഇടയ്ക്കിട്ട് ചോദിക്കാറുണ്ട്. കുറച്ച് എക്സാം ടഫ് ആവുകയാണെങ്കിൽ ഏത് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അപ്പൊ നന്നായിട്ട് പഠിക്കുക കേട്ടാ. ഇനി ഓക്കെ, ഇനി റിലേഷൻസ് വാങ്ങി ഇനി പഠിക്കാൻ പോണ ഫങ്ഷൻസ് ആണ് കേട്ടോ. ഓക്കെ, റിലേഷൻസില് ചില റിലേഷൻ മാത്രമേ എന്തായിട്ട് മാറുള്ളൂ? ഫംഗ്ഷൻ ആയിട്ട്. സിമ്പിൾ ആയിട്ട് ഫംഗ്ഷൻ ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ജസ്റ്റ് റഫ് ആയിട്ട് പഠിച്ചു പോയാൽ മതി. സിമ്പിൾ ആണ്. നോക്കിയേ, ഞാൻ റിലേഷൻ എടുക്കണം ആരോ ഡയഗ്രത്തിൽ കേട്ടാ. എയിൽ നിന്ന് ബിയിലോട്ടുള്ള റിലേഷൻ. ഓക്കെ, 1 2 3 4 5 6 ആരോ മാർക്ക് കൊടുത്തു വെച്ചിട്ടുണ്ട്. ഈ റിലേഷൻ ഫംഗ്ഷൻ ആണോ? അതെ, ഫംഗ്ഷൻ ആണോ അല്ലേ? ഇത്ര മാത്രം വെച്ചാൽ മതി. ഫസ്റ്റ് സെറ്റിലുള്ള ആൾക്കാർക്ക് ഇമേജ് ഉണ്ടാവണം. ഒരു ഇമേജ് ഉണ്ടാവാൻ പാടുള്ളൂ. ഇവിടെ 1നും 2നും 3നും ഇമേജ് ഉണ്ടല്ല, ഒരു ഇമേജ് അല്ലേ ഉള്ളൂ. ഈ സാധനം എന്തായിട്ട് മാറി? ഫംഗ്ഷൻ ആയിട്ട് മാറി. ഫംഗ്ഷൻ ആണ്. ഇനി ഇവിടെ 4 എന്നൊരാളുണ്ട് വിചാരിക്കും, ഇത് എന്തല്ല? ഫംഗ്ഷൻ അല്ല. ഇനി 4ന് ഇമേജ് ഉണ്ട്, അപ്പൊ ഇത് ഫംഗ്ഷൻ ആയിട്ട് മാറി.
ഇനി ഫോറിന് രണ്ട് ഇമേജ് ഉണ്ടായിരിക്കും, അപ്പൊ അതും എന്തല്ല ഫംഗ്ഷൻ. അപ്പൊ ഫംഗ്ഷൻ കണ്ടീഷൻ ഇത്ര മാത്രം. റിലേഷനുള്ളില് ഫസ്റ്റ് സെറ്റിലുള്ള എല്ലാവർക്കും ഇമേജ് ഉണ്ടാവണം, ഒരു ഇമേജ് ഉണ്ടാവാൻ പാടില്ല. ഇതാണ് ഐഡിയ, ഫംഗ്ഷൻ ഐഡിയ. ഓക്കെ, ഇനി ഇവിടെ ഫംഗ്ഷൻ ക്വസ്റ്റ്യൻ നമ്മൾ അടുത്തായിട്ട് ചെയ്യും. ഇവിടെ നമ്മൾ ചെയ്യാൻ വേണ്ടത് ഏറ്റവും ആദ്യം ഇവിടെ നോക്കി കുറച്ച് ഗ്രാഫ് വരക്കാനാണ് കേട്ടോ. ഗ്രാഫ് വരക്കാൻ ശ്രദ്ധിച്ചിരുന്നു. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റാൻഡേർഡ് ആയിട്ട് കുറച്ച് ഗ്രാഫ് വരക്കാൻ പഠിക്കണം. അതിൽ എന്ത് ചെയ്യുക, ഒരെണ്ണം മാത്രം കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം വരക്കണത്. ബാക്കിയുള്ളത് എല്ലാം വരച്ചു വരുമ്പോ കുറേ സമയം എടുക്കും. എന്ത് ചെയ്യാ, ബാക്കിയുള്ള നിങ്ങൾക്ക് ഒരു PDF നിങ്ങൾക്ക് ഇട്ട് തരും, നിങ്ങൾക്ക് ഒരു പേജിൽ. അത് നിങ്ങൾക്ക് ജസ്റ്റ് കണ്ടാൽ മതി. അല്ലെങ്കിൽ എന്ത് ചെയ്യാ, നിങ്ങൾക്ക് ഈ ക്ലാസ്സിന്റെ അടിയിൽ തന്നെ ഇതിന്റെ ആൻസർ കീ വരും, അതിലും അതിന്റെ ഗ്രാഫ് ഉണ്ട്. അപ്പൊ ഒരെണ്ണം മാത്രം വരക്കണം പഠിച്ചാൽ മതി കറക്റ്റ് ആയിട്ട്. അപ്പൊ അത് പഠിച്ചാൽ ബാക്കിയുള്ള എല്ലാം നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് വരക്കാൻ പറ്റും. ഇവിടെ ഉണ്ട് ഗ്രാഫ് ദ ഫോളോയിങ് റിയൽ ഫംഗ്ഷൻസ്. റിയൽ ഫംഗ്ഷൻസ് പറയുക, രണ്ടോട്ടെ റിയൽ ഫംഗ്ഷൻസ് വന്നാണ്ടാ. അതില് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ശ്രദ്ധിച്ച്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡുലസ് എക്സ് മൈനസ് 2 ഗ്രാഫ് വരക്കണം. ഇവിടെ ഈ ഓർഡേഡ് ബൈ എക്സ് കോമ വൈ ഇല്ലേ, ഈ ഓർഡേഡ് ബൈ എക്സ് കോമ വൈ എങ്ങനെ ചെയ്താ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന് ചെയ്ത. അതിൽ എക്സിന്റെ ഇമേജ് ആണ് വൈ. ആ വൈയുടെ കണ്ടീഷൻ അവിടെ പറഞ്ഞിരിക്കുന്നത് എക്സ് മൈനസ് 2. എക്സിന് 1 കൊടുക്കുമ്പോ മോഡ് 1 മൈനസ് 2, എക്സിന് 2 കൊടുക്കുമ്പോ മോഡ് 2 മൈനസ് 2. എക്സിന്റെ ഭാഗത്ത് എന്ത് ചെയ്യുക, ആ വാല്യൂ ഇട്ട് കൊടുക്കുക. ഇവിടെ ഗ്രാഫ് വരക്കാൻ ഏറ്റവും ചെയ്യേണ്ട പരിപാടി, ഗ്രാഫ് വരക്കാൻ എക്സ് വൈ പ്ലെയിനിൽ ആദ്യം എന്ത് ചെയ്യുക, എക്സിന്റെയും വൈന്റെയും കുറച്ച് കോർഡിനേറ്റ്സ് ഒരു 6 പോയിന്റ് 7 പോയിന്റ് 0 ഉൾപ്പെടുത്തി 7 പോയിന്റ് എക്സ് വൈ. ഇവിടെ ആദ്യം 0 1 2 3 റൈറ്റിൽ ഒരു 3 പോയിന്റ്, അത് ലെഫ്റ്റില് -1 -2 -3. കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. ഓക്കെ, എക്സിന് 0 കൊടുത്തു, വൈയുടെ വാല്യൂ എന്ത് വരും, വൈയുടെ വാല്യൂ ഇതാണ് കണ്ടീഷൻ. വൈയുടെ വാല്യൂ എന്ത് വരും, മോഡുലസ് ഓഫ് 0 -2 മോഡുലസ് ഓഫ് -2. മോഡുലസിനുള്ളിൽ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും പുറത്തെടുക്കുമ്പോൾ എന്തായിട്ട് മാറും, പോസിറ്റീവ് ആയിട്ട് മാറും. അപ്പൊ ആൻസർ എന്ത് കിട്ടി, 2 ആൻസർ കിട്ടി. അപ്പൊ എക്സിന് 0 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ 2 ഉറപ്പാണല്ല. ഇനി എക്സിന് 1 കൊടുക്കുമ്പോഴാ അല്ലെങ്കിൽ മോഡുലസ് ഓഫ് 1 -2 1 -2 എന്ത് വരും, -1 വരും. ഉറപ്പാണല്ല. -1 പുറത്തെടുക്കുമ്പോൾ എന്തായിട്ട് മാറും, 1 ആയിട്ട് മാറും. ഇനി എക്സിന് 2 കൊടുക്കുമ്പോഴാ 2 -2 2 -2 0 പുറത്തെടുക്കുമ്പോൾ 0 ആൻസർ. 0 ഈസ് നെയ്തർ നെഗറ്റീവ് നോർ പോസിറ്റീവ്. ഇനി 3 കൊടുക്കുമ്പോഴാ 3 -2 1 കിട്ടും, 1 പുറത്തെടുക്കുമ്പോൾ ആൻസർ 1 തന്നെ, പോസിറ്റീവ് ആയതുകൊണ്ട്. നെഗറ്റീവിലോട്ട് വരണം. നോക്കി, ഞാൻ -1 കൊടുക്കണ്ട, അപ്പൊ എന്ത് വരും, -1 -2 -1 -2 എന്താണ് വരിക, -3. പുറത്തെടുക്കുമ്പോൾ എന്തായിട്ട് മാറും, 3 ആയിട്ട് മാറും, മോഡുലസ് ആയതുകൊണ്ട്. ഇനി -2 കൊടുത്താൽ -2 -2 -4 ആണ്, പുറത്തെടുക്കുമ്പോൾ 4 ആവും. ഓരോന്നിനും കൂട്ടി കൊടുത്താൽ മതി. ഇനി 4 3 -3 കൊടുക്കുമ്പോൾ -3 -2 -5 ആണ്, പുറത്തെടുക്കുമ്പോൾ 5 ആയിട്ട് മാറും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, കുറച്ച് XY പോയിന്റ്സ് കിട്ടി. ഇതിന് മോഡേഡ് ബേസ് ആക്കി മാറ്റാം. ഇതൊരു മോഡേഡ് പേരാണ് 0,1 0,1 അല്ല 0,2. അപ്പൊ ഇതാണ് 1,1 2,0 3,1. ഇതെന്ത് ചെയ്യുക, ഗ്രാഫിൽ പ്ലോട്ട് ചെയ്തിട്ട് ആ പ്ലോട്ട് ചെയ്ത പോയിന്റിനെ സ്കെയിൽ വെച്ച് ജോയിൻ ചെയ്യുന്ന ഗ്രാഫായി. ഇപ്പൊ ഇത്ര ഉള്ള പരിപാടി. തുടങ്ങി എക്സ് ആക്സ് വരക്കണം, ഇതാണ് എക്സ് ആക്സ്. വൈ ആക്സ് വരക്കുക. നമ്മൾ എന്ത് ചെയ്യുക, ഈ പോയിന്റ്സ് ഒന്ന് മാർക്ക് ചെയ്യുക മാക്സിമം. ഓക്കെ, 5 വരക്ക മതി എല്ലായിടത്തും. അപ്പൊ 0 1 2 3 4 5. റൈറ്റിലോട്ട് പോസിറ്റീവ്, മുകളിലോട്ടും പോസിറ്റീവ് 1 2 3 4 5. ഇനി ലെഫ്റ്റിലോട്ട് നെഗറ്റീവ്, ബിലോ കുറച്ച് നെഗറ്റീവ് -1 -2 -3 -4 -5. ഇനി അടിയിലോട്ട് ഇട്ടാ, അടിയിലോട്ട് വരക നമുക്ക് ആവശ്യം വരും. അപ്പൊ -1 -2 -3 -4 -5. സ്കെയിലൊക്കെ വെച്ച് വരക്കണോട്ടത്. ഇനി പോയിന്റ് പ്ലോട്ട് ചെയ്യുക. ആദ്യം 0,2 ഇവിടെ ഉണ്ട് വരിക. ഓക്കെ, എക്സ് ആക്സ് 0 ആണെങ്കിൽ ആ പോയിന്റ് വൈ ആക്സും ആണ് വരിക 0,2. ഇതാണ് 0,2. ബുദ്ധിമുട്ടില്ലല്ലോ. അടുത്ത് ഇവിടെ 1,1 ഇവിടെ വരിക. എക്സ് ആക്സിൽ 1 വൈ ആക്സിൽ 1 ഇവിടെ വരും 1,1. അടുത്ത് 2,0 ഇതുണ്ട് 2,0 വരും. എക്സ് ആക്സ് 2 വൈ ആക്സ് 0 ആണ്, ആ പോയിന്റ് എക്സ് ആക്സും, ഇതാണ് 2,0. അടുത്ത് ഒരോടി 3,1 വരും. നോക്കി, എക്സ് ആക്സിൽ 3 വൈ ആക്സിൽ 1 ഇവിടെ വരും. ഇനി നെഗറ്റീവിലോട്ട് പോയി, നെഗറ്റീവ് നോക്കി -1 3 അവിടെ വരും. -1 3 എക്സ് ആക്സിൽ -1 വൈ ആക്സിൽ 3 ഇവിടെ വരും. എക്സ് ആക്സിൽ -1 വൈ ആക്സിൽ 3. അടുത്ത് എക്സ് ആക്സിൽ -2 വൈ ആക്സിൽ 4 വരും, ഇത് ഇവിടെ വരും.
എക്സ് ആക്സിൽ മൈനസ് വൈ ആക്സിൽ 4. ഇനി എക്സ് ആക്സിൽ മൈനസ് വരുമ്പോൾ y ആക്സിൽ 5 ഇവിടെ വരും. എന്ത് ചെയ്യാ, ഈ കിട്ടിയ പോയിന്റ്സ് ഇല്ലേ പ്ലോട്ട് ചെയ്യാം, ഒന്ന് നീട്ടി വരക്കാം. ഓക്കെ, അപ്പൊ ഈ പോയിന്റ്സ് നീട്ടി വരക്കുമ്പോ അത് കറക്റ്റ് നിങ്ങൾക്ക് ഒരു ലൈൻ ആയിട്ട് കിട്ടും മോഡുലസ് ആയതുകൊണ്ട്. ഇത് കിട്ടും. എന്ത് ചെയ്യാ, ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരക്കാം കേട്ടോ മുകളിലോട്ട്. ഇതാണ് എന്തിന്റെ ഗ്രാഫ് കിട്ടുക, ഈ മോഡുലസ് ഓഫ് എക്സ് മൈനസ് 2 ഗ്രാഫ്. ഇതേപോലെ തന്നെ അല്ലാത്തിന്റെ കിട്ടുന്ന പോയിന്റ്സ് മാർക്ക് ചെയ്യുക, പോയിന്റ്സ് എന്ത് ചെയ്യുക, എക്സ്റ്റെൻഡ് ചെയ്തിട്ട് മുകളിലോട്ട് വരച്ചു വെക്കാം. ഓക്കെ, മോഡുലസ് ആയതുകൊണ്ട് ഗ്രാഫ് അടിയിലോട്ട് വരാൻ ചാൻസ് ഇല്ല മോഡുലസിനുള്ളിൽ വരുമ്പോ. ഓക്കെ, ഇതുപോലെ എല്ലാത്തിന്റെ ഗ്രാഫ് ഇതേപോലെ തന്നെ സിമ്പിൾ ആയിട്ട് വരക്കാം. എക്സ് ആക്സിൽ പോയിന്റ്സ് കാണാം, വൈ ആക്സിൽ പോയിന്റ്സ് കാണാം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, പോയിന്റ്സ് പ്ലോട്ട് ചെയ്യുക, കിട്ടിയ പോയിന്റ്സ് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഇങ്ങോട്ട് ബാക്കി വരുന്ന ഇവിടെ കിട്ടാ 2, 3, 4, 5, 6, 7 എല്ലാത്തിന്റെ ഗ്രാഫിനെ ഇവിടെ എന്തുണ്ട്, ഫോട്ടോ രൂപത്തിൽ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് സ്ക്രീൻഷോട്ട് ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് വരച്ച് പഠിക്കണം. ഇതിനെല്ലാത്തിന്റെ മറക്കരുത് കേട്ടോ. ഇനി ഇതെല്ലാത്തിന്റെ ഗ്രാഫിനെ നിങ്ങൾക്ക് വരച്ച് എന്ത് ചെയ്യുന്നുണ്ട്, തൊട്ടടിയിലാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പിന്നെ സ്കെയിലും പെൻസിലൊന്നും കറക്റ്റ് എടുക്കാനൊന്നും പറ്റൂല. ഓക്കെ, എല്ലാത്തിന്റെയും കാണിച്ചു തരുമ്പോൾ കുറെ ടൈം എടുക്കുക ചെയ്യും. ബേസ് തന്നെയാണ്, ഒരെണ്ണം പഠിച്ചാൽ മതി കറക്റ്റ് ആയിട്ട്. ഇനി ഒരെണ്ണം മാത്രം അത് ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടായില്ല, അവിടെ നോക്കിയേ, ഒരെണ്ണം മാത്രം ഇവിടെ നോക്കി. സിഗ്നം ഫംഗ്ഷൻ ഇടയ്ക്കിടെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. കുറച്ചാളെ ചോദിച്ചിട്ടില്ല, ചിലപ്പോ ഇനി നിങ്ങൾക്ക് കാര്യങ്ങൾ ഈ സാധനം ചോദിക്കും. സിഗ്നം ഫംഗ്ഷൻ ഗ്രാഫ് എടുക്കാൻ പറയും. ഓക്കെ, ഡിഫൈൻ സിഗ്നം ഫംഗ്ഷൻ, ഇത് ഓൾസോ ഫൈൻഡ് ഇറ്റ്സ് ഡൊമൈൻ ആൻഡ് റേഞ്ച്, ഡ്രോ ഇറ്റ്സ് ഗ്രാഫ്. നോക്കി, സിഗ്നം ഫംഗ്ഷൻ എന്താണ് ഇങ്ങനെ തന്നെ പഠിച്ചു പോകട്ടോ. അതിൽ ഇക്വേഷൻ ആണ് എ ഫംഗ്ഷൻ ഫ്രം റിയൽ നമ്പർ ടു റിയൽ നമ്പർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, കണ്ടീഷൻ ഇതാണ്, എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ വൈയുടെ വാല്യൂ 0, എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ വൈയുടെ വാല്യൂ 1, എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ വൈയുടെ വാല്യൂ -1. മോർക്കസിൽ ഇടേണ്ട അതിന് ആൻസർ ഇവിടെ ഉണ്ട്. ഇതേപോലെ തന്നെ ഇതായിട്ട് എന്ത് ചെയ്യാ, ഇതിന് ഗ്രാഫ് വരക്കണം. ഇതിന് ഗ്രാഫ് മാത്രം നിങ്ങൾ എന്ത് ചെയ്യാ, ഇതേപോലെ തന്നെ പഠിച്ചു വെച്ചു. ഓക്കെ, സിമ്പിൾ ആണ്. ഇവിടെ പോയിന്റ്സ് ജസ്റ്റ് 2, 3 മാർക്ക് ചെയ്യുന്നുണ്ട്. -2, -3 എക്സെട്ര. ഇവിടെ 0 ആണെങ്കിൽ വൈയുടെ വാല്യൂ 0. ഉറപ്പാ, നമുക്ക് വേണമെങ്കിൽ നമുക്ക് നീ നേരത്തെ പറഞ്ഞ പോലെ എക്സ് ആക്സും വൈ ആക്സ് ഒക്കെ വരക്കാം. ഇവിടെ 0 ആണെങ്കിൽ വൈയുടെ വാല്യൂ 0 അല്ലേ, ഇതല്ലേ 0 ആണെങ്കിൽ വൈയുടെ വാല്യൂ 0. ഇനി 1 ആണില്ല, 0 വലുതാണെങ്കിൽ വൈയുടെ വാല്യൂ 1, 2 ആണെങ്കിൽ വൈയുടെ വാല്യൂ 1. ഇനി ചെറുതാണെങ്കിൽ വൈയുടെ വാല്യൂ -1. ചെറുത് എത്ര വന്നാലും വൈയുടെ വാല്യൂ -1 തന്നെ വരും. ഞാൻ പോയിന്റ്സ് പ്ലോട്ട് ചെയ്യാം. 0, 0 പ്ലോട്ട് ചെയ്ത് അടുത്ത് 1 വരുമ്പോ ആര് വരും, 1 തന്നെ വരും. 2 വരുമ്പോ ആര് വരും, 2 തന്നെ വരും. 3 വരുമ്പോഴും 3 1 തന്നെ വരും. കാരണം ഇതൊക്കെ 0നെക്കാളും വലുതാണ്. വലുതാകുമ്പോ വാല്യൂ എന്താണ് വരിക, 1 വരാണ് വരിക. ഇനി ചെറുതാകുമ്പോഴോ ഇവിടെ -1 ആണെങ്കിലും -1, -2 ആണെങ്കിലും -1, -3 ആണെങ്കിലും -1. അപ്പൊ ഗ്രാഫ് വരാം ഇവിടെ ഇടാം. ഇവിടെ ജസ്റ്റ് റൗണ്ട് ഇടാം. എന്നിട്ട് അതിനുശേഷം ഈ ഒരു ലൈൻ വരയ്ക്കുക. റൗണ്ട് ഇടുന്നത് 0 ആകുമ്പോൾ 0 കഴിഞ്ഞിട്ട് ആര് വന്നാലും 0.1 വന്നാലും ആൻസർ 1 ആണ് വരും. ഇവർ ആരും വന്നാലും ഇത് തരാം. ഇനി അടിയൊക്കെ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ ജസ്റ്റ് റൗണ്ട് ഇടാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിങ്ങോട്ട് ഒരു വരയ്ക്കുക. ഇതാണ് സിഗ്നം ഫംഗ്ഷൻ ഗ്രാഫ്. ഇപ്പൊ എന്ത് ചെയ്യണം, ഇതിന്റെ ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് പഠിക്കുക, അതേപോലെ തന്നെ ഈ ഒരു സാധനം പഠിക്കുക. ഇനി ഇതിന്റെ ഡൊമൈനും റേഞ്ച് ചോദിക്കാറുണ്ട്. ഡൊമൈൻ എന്താണ്, സെറ്റ് ഓഫ് ഓൾ എക്സ് വാല്യൂസ് ഫസ്റ്റ് എലമെന്റ്സിന്റെ. അപ്പൊ എന്ത്, എക്സ് നമുക്ക് ഏത് വാല്യൂസ് ആണ് കൊടുക്കാൻ പറ്റും, അപ്പൊ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. റേഞ്ച് വൈ വാല്യൂസ് ആരൊക്കെ വരുന്നത് പറഞ്ഞിരിക്കും, ആകെ 3 ആൾക്കാർ വരുന്നുണ്ട്. സെറ്റ് -1 വരുന്നുണ്ട്, 0 വരുന്നുണ്ട്, 1 വരുന്നുണ്ട്. ഇതാണ് എന്തിൽ വരിക, ഡൊമൈനിലും റേഞ്ചിലും വരും. ബുദ്ധിമുട്ടില്ലല്ലോ. ഓക്കെ, ഗ്രാഫ് കറക്റ്റ് ആയിട്ട് പഠിക്കുക, ഡൊമൈൻ കാണാൻ കൃത്യമായിട്ട് പഠിക്കാം, റേഞ്ച് കാണാൻ പഠിക്കണം കേട്ടോ. ഇത്ര പഠിച്ച സിഗ്നം ഫംഗ്ഷൻ ഇത് കുറച്ച് ബുദ്ധിമുട്ടേറിയ സെക്ഷൻ ആയതുകൊണ്ട് സെപ്പറേറ്റ്ലി ഈ സാധനം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് സിഗ്നം ഫംഗ്ഷൻ ഇത് കറക്റ്റ് ആയിട്ട് പഠിക്കാം. ഓക്കെ, ഗ്രാഫുകളൊക്കെ വരക്കണം, ഇതൊക്കെ നിങ്ങൾ വരച്ചു നോക്കുക. ഇനി ഇവിടെ ഞാൻ നേരത്തെ ഒരു ഐഡിയ പറഞ്ഞു, ഫംഗ്ഷൻ ഐഡിയ എന്തായിരുന്നു, റിലേഷന്റെ ഉള്ളില് ഫസ്റ്റ് സെറ്റിലുള്ള എല്ലാവർക്കും ഇമേജ് ഉണ്ടാവണം, ഒരു ഇമേജ്. അതായിരുന്നു ഫംഗ്ഷന്റെ ഐഡിയ. ഇനി ഇവിടെ നോക്കി, ഈ ഒരു സാധനം നമുക്ക് ഒരു റിലേഷൻ തന്നിട്ടുണ്ട്, f = 2 1 3 4 4 5. അപ്പൊ സെറ്റ് ഫസ്റ്റ് എലമെന്റ്സ് ആരൊക്കെയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ആരോടെ സിമ്പിൾ ആയിട്ട് വേണം കേട്ടോ. അപ്പൊ ആരോടെ വരക്കുക, ഫസ്റ്റ് സെറ്റില് 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. സെക്കൻഡ് സെറ്റിൽ ആരൊക്കെയാണ് ഉണ്ടാവുക, അപ്പൊ 1 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്. ഇനി റിലേഷൻ ഓർഡർ വൈസ് അവർക്കാണ് റിലേഷൻ ഉണ്ടാവുക. 2-ന് 1-നോട് ബന്ധം, 3-ന് 4-നോട് ബന്ധം, 4-ന് 5-നോട് ബന്ധം. ഇനി ഇത് ഫംഗ്ഷൻ ആണോ അല്ലേ, സിമ്പിൾ ആയിട്ട് ആരോടൊക്കെ വെച്ച് ഫംഗ്ഷൻ ആണ് തെളിയിച്ച്. ഓക്കെ, ഫസ്റ്റ് സെറ്റിൽ എല്ലാവർക്കും ഇമേജ് ഉണ്ടല്ല, ഒരു ഇമേജ് ഉള്ളത്. അപ്പൊ ഈ സാധനം എന്താണെന്ന് പറയാം, ഫംഗ്ഷൻ ആണെന്ന് പറയാം. അല്ലെങ്കിൽ
ഇതൊന്നും വരക്കാണ്ട് റോസ്റ്റർ ഫോം നോക്കി പറയാൻ പറ്റും. നോക്കി, ആദ്യത്തെ ആൾക്കാരെ റിപ്പീറ്റ് ചെയ്യണമെന്ന് വിചാരിക്കും. ആദ്യത്തെ ആൾക്കാർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്തായാലും ഫംഗ്ഷൻ അല്ല. ഫസ്റ്റ് ആൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല, രണ്ട് പിന്നെ റിപ്പീറ്റ് ചെയ്യാനുള്ള ഈ സാധനം എന്താണ് ഫംഗ്ഷൻ ആണ്. കാരണം ആദ്യത്തെ ആൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് എത്ര ഉണ്ടായേനെ, 2 ഇമേജ് ഉണ്ടായേനെ, 1 ഇമേജ് ഉണ്ടാവാൻ പാടുള്ളൂ. ഇങ്ങോട്ടേക്ക് ഫംഗ്ഷൻ ആണെങ്കിൽ ഡൊമൈൻ റേഞ്ച്, ഡൊമൈനും റേഞ്ചും ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ സെറ്റ് ഓഫ് ഓൾ ഫസ്റ്റ് എലമെന്റ്സ് എക്സ് എലമെന്റ്സ്, അതാണ് ഡൊമൈൻ. അപ്പൊ 2 പേരും 3 പേരും 4, ഇതാണ് ഡൊമൈൻ. ഇനി റേഞ്ച് എന്ത് വരും മക്കളെ, സെറ്റ് ഓഫ് ഓൾ സെക്കൻഡ് എലമെന്റ്സ്, ആർക്കെങ്കിലും സെക്കൻഡ് എലമെന്റ്സ് വരിക 1 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്. ഇതാണ് നിങ്ങൾക്ക് എന്ത് വരിക, റേഞ്ച് വരിക. അപ്പൊ ഡൊമൈൻ കിട്ടി, റേഞ്ച് കിട്ടി. സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെന്റ്സ് ഡൊമൈൻസ്, സെറ്റ് ഓഫ് ഓൾ വൈ എലമെന്റ്സ്. ചില എക്സ് എലമെന്റ്സ് ആണ് ഈ ഫസ്റ്റ് എലമെന്റ്സ്, വൈ എലമെന്റ്സ് ആണ് സെക്കൻഡ് എലമെന്റ്സ്. ഡൊമൈനും റേഞ്ചും പഠിച്ചു. ഡൊമൈനും റേഞ്ചും ഈ ചാപ്റ്ററിൽ മിക്ക ക്വസ്റ്റ്യനിൽ വരുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്, ഡൊമൈനും റേഞ്ചും, തെറ്റിക്കരുത്. ഇനി ഇപ്പൊ എത്ര ക്വസ്റ്റ്യൻ 6 ആണ്, ഇനി ആകെ 3 കൂടി ഉള്ളൂ കേട്ടോ. ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏത് കഴിഞ്ഞു, ഈ ഒരു ചാപ്റ്റർ 10ാമത്തെ ചെയ്യാൻ പറ്റും. ഇത്രയും ചെയ്താൽ ഇവിടെ 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 7ാമത്തെ ക്വസ്റ്റ്യൻ ഓക്കെ, ഇവിടെ നമുക്ക് എന്താ തന്നിട്ടുണ്ട്, കൺസിഡർ ദ റിയൽ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ ഇക്വേഷൻ രൂപത്തിൽ തന്നിട്ടുണ്ട്. ഇവിടെ ഇക്വേഷൻ എന്താണ്, f of x equal to x² plus 2x plus 3 divided by x² minus 8x plus 12. ഇപ്പൊ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ ഏത് ഫംഗ്ഷൻ ആണ്, റാഷണൽ ഫംഗ്ഷൻ. മുകളിൽ ഒരാളുണ്ട്, അടിയിൽ ഒരാളുണ്ട്. ഇത് ഫംഗ്ഷൻ ആണ്, റിയൽ ഫംഗ്ഷൻ. ഫംഗ്ഷൻ ആണെങ്കിൽ ഐഡിയ എന്തായിരുന്നു, ഫംഗ്ഷൻ ആകെ ഒരു കണ്ടീഷൻ പഠിക്കേണ്ടത്, എക്സിനെല്ലാം ഇമേജ് ഉണ്ടാവണം, ഒരു ഇമേജ് എങ്കിലും ഉണ്ടാവണം. എക്സിന് 1 കൊടുക്കുമ്പോൾ y വാല്യൂ കിട്ടണം. അതാണ് ഫംഗ്ഷന്റെ ഐഡിയ. ഇത് മനസ്സിലുണ്ടാവും. ഫൈൻഡ് ദ വാല്യൂവേഷൻ ഓഫ് f of x equal to 1. ഇതിന്റെ വാല്യൂ 1 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്താണ്, ഫൈൻഡ് വാല്യൂ ഓഫ് എക്സ് ഇഫ് f of x equal 1 കേട്ടോ. അപ്പൊ നോക്കിയേ, നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ f of x equal 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് എഴുതാ x² plus 2x plus 3 divided by x² minus 8x plus 12 equal to 1 ആണ്. ഇവിടെ എക്സ് വാല്യൂ ആണ്, സിമ്പിൾ. ആദ്യം ഈ ബൈന് പുറം കൊടുക്കുക. ബൈ പുറം വരുമ്പോൾ എന്താവും, ഇൻറ്റു 1 ഇൻറ്റു ആയതുകൊണ്ട് ആൻസർ തന്നെ. അപ്പൊ എനിക്ക് എഴുതാ x² plus 2x plus 3 equal to 1 into x² minus 8x plus 12. ഇനി ക്യാൻസലേഷൻ നടത്താം. ഒരേ ടേമുകൾ ഉണ്ടെങ്കിൽ ഈക്വൽ, ഇവിടെ x² ഉണ്ട്, ഇവിടെ x² ഉണ്ട്, കളയാം. ഇനി എക്സിനൊക്കെ ഒരുമിച്ച് കൊണ്ടുവരാൻ നമ്പറിനൊക്കെ പുറം കൊടുക്കുക. ഈ മൈനസ് 8x പുറം വരുമ്പോൾ എന്താവും, പ്ലസ് 8x. ഇവിടെ എക്സിന്റെ ടേം ഉണ്ട് 2x ഈക്വൽ ടു, ഇവിടെ പ്ലസ് 12 ഉണ്ട്, ഈ പ്ലസ് 3 പുറം വരുമ്പോൾ എന്താവും, മൈനസ് 3. അപ്പൊ എനിക്ക് 8x plus 2x 10x. 10x equal to 12 minus 3 9. എക്സിന്റെ വാല്യൂ കിട്ടി 9/10. ഇൻറ്റു 10 ഇപ്പുറം വരുമ്പോൾ ബൈ 10. എക്സിന്റെ വാല്യൂ കിട്ടി 9/10. എക്സിന്റെ വാല്യൂ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ഇനി രണ്ടാമത്തെ ഡൊമൈൻ കാണണം. അതാണ് കുറെ പേര് കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കാറ്. ഡൊമൈൻ കാണും, സെറ്റ് ഓഫ് ഓൾ എക്സ് വാല്യൂസ് ആണ്. ഇവിടുത്തെ ഐഡിയ ഇതാണ്, ഇത് ഫംഗ്ഷൻ ആയതുകൊണ്ട് എക്സിന് എല്ലാവർക്കും ഇമേജ് എന്ന് വെച്ചാൽ ഇവിടെ അടിയത്താള് 0 ആവാൻ പാടില്ല. റാഷണലില് അടിയത്താള് 0 ആയാൽ നോക്കി, അടിയത്താള് 0 വരുന്ന നമ്പേഴ്സ് കണ്ടുപിടിക്കുക. ആ നമ്പേഴ്സ് എന്ത് ചെയ്യുക, റിയൽ നമ്പറിൽ നിന്ന് ഒഴിവാക്കുക. ബാക്കി എല്ലാം കിട്ടുള്ളൂ. അടിയത്താള് 0 ആയാൽ y വാല്യൂ ഇല്ലാന്ന് അർത്ഥം, നോട്ട് ഡിഫൈൻഡ് ആണ്. ടാനന്റെ വാല്യൂ പഠിച്ചില്ല, നോട്ട് ഡിഫൈൻഡ്. അതേപോലെ അപ്പൊ നോക്കി, അടിയത്താള് 0 ആവുന്ന നമ്പേഴ്സ് കണ്ടുപിടിക്കുക കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് ആദ്യം x² minus 8x plus 12 equal to 0. മോളിത്താള് നിങ്ങൾ നോക്കിയേ വേണ്ട, അടിയത്താള് 0 ആവുന്ന നമ്പേഴ്സ് കാണാം. ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണല്ലോ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എക്സൽ സൊല്യൂഷൻ നിങ്ങൾക്ക് ഏതറിയാം, മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡ് ബൈ 2a. അല്ലെങ്കിൽ വേറെ ഐഡിയ നമ്മൾ ലിമിറ്റ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 2 നമ്പർ ആഡ് ചെയ്യുമ്പോ എക്സിന്റെ കോയിഫിഷ്യന്റ് -8, എക്സിന്റെ കോയിഫിഷ്യന്റ്. അതേ 2 നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോ 12. ആരൊക്കെയാണ് വരിക, ആരൊക്കെയാണ് വരിക ആലോചിക്കേ. ആഡ് ചെയ്യുമ്പോ -8 കിട്ടണം, മൾട്ടിപ്ലൈ ചെയ്യുമ്പോ 12 കിട്ടണം. ആരൊക്കെയാണ്, 6ഉം 2ഉം അല്ലെ. 6ഉം 2ഉം പറ്റൂ ഇല്ലല്ലോ. 6 -2 നോക്കി, -6ഉം -2ഉം ആഡ് ചെയ്യുമ്പോൾ -8. -6 into -2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12. അപ്പൊ എക്സിന്റെ സൊല്യൂഷൻ വരിക. സൊല്യൂഷൻ ആണെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഓപ്പോസിറ്റ്, ഈ കിട്ടിയ നമ്പറിന് ഓപ്പോസിറ്റ്. അപ്പൊ 6ഉം 2 ആണ് ആൻസർ. ഇനി ഈ ഇക്വേഷനിൽ എക്സിന് 6ഉം 2ഉം കൊടുക്കുമ്പോ അടിയത്താള് 0. അപ്പൊ അയാൾ കൊടുക്കാൻ പാടില്ല ഫംഗ്ഷൻ ആയതുകൊണ്ട്. കാരണം 6ഉം 2ഉം ഒരു അടിയത്താള് 0. അപ്പൊ y വാല്യൂ ഇല്ല. y വാല്യൂ വേണം ഫംഗ്ഷനിൽ, നിർബന്ധമായിട്ടും എക്സിന് y വാല്യൂ ഉണ്ടായിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൊമൈൻ ഈക്വൽ ടു ഈ കിട്ടിയ ആൻസർ ഇല്ല, x ഉം 2ഉം അല്ലെ 6ഉം 2ഉം. ഡൊമൈൻ ചെയ്യുമ്പോ എല്ലാ റിയൽ നമ്പറും കൊടുക്കുക എക്സെപ്റ്റ് ഈ 2 നമ്പർ വെച്ച് സെറ്റ് 6, 2. ഇതാണ് ആൻസർ.
അല്ല റിയൽ നമ്പറോട് കാരണം ചോദിച്ച് 6 ഉം 2 6 ഉം 2 കൊടുക്കുമ്പോൾ മാത്രമേ ഇവിടെ y വാല്യൂ കിട്ടാത്തുള്ളൂ. ഫംഗ്ഷൻ ആയതുകൊണ്ട് നിർബന്ധമായിട്ടും y വാല്യൂ കിട്ടിയിരിക്കണം. ഓക്കെ, അപ്പൊ ഈ രൂപത്തിൽ ഇതേ മെത്തേഡിൽ തന്നെ ചെയ്യണം എല്ലാ ക്വസ്റ്റ്യനും. അടിയത്തെ ആള് 0 ആവുന്ന നമ്പേഴ്സ് കാണാം, ആ നമ്പേഴ്സ് അത് കിട്ടിയ നമ്പേഴ്സിൽ കിട്ടിയ നമ്പേഴ്സ് റിയൽ നമ്പർ മൈനസ്. ഇതാണ് ഡൊമൈൻ. ഓക്കെ, ഡൊമൈൻ കിട്ടി കഴിഞ്ഞു. അപ്പൊ ഡൊമൈൻ കാണാനല്ലേ ക്വസ്റ്റ്യൻ ഉള്ളൂ. നമുക്ക് ഡൊമൈൻ കാണണം, വാല്യൂഷനും കണ്ടുപിടിച്ചു. x1 ആവുമ്പോ x ന്റെ വാല്യൂ കിട്ടി. ഓക്കെ, 2 ക്വസ്റ്റ്യൻ. ഇനി എട്ടാമത്തെ നോക്കിയേ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ റിലേഷൻ ഫംഗ്ഷനിൽ ഈ ഒരു ടൈപ്പ്. 2 ഫംഗ്ഷൻസ് തരും, എന്നിട്ട് അത് ആഡ് ചെയ്യാനും അതുപോലെ തന്നെ ഇൻഡു ചെയ്യാനും മൈനസ് ചെയ്യാനൊക്കെ ചെയ്യും. ഇവിടെ 2 ഫംഗ്ഷൻ ഉണ്ടല്ലേ, 4x = x³ + 5x ഉണ്ട്, g of x ഉണ്ട് 2x + 1. ഇനി f + g(2) ആണ്, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനർത്ഥം എന്താണെന്നറിയോ, f(2) + g(2). ഇത്ര മാത്രം ഒന്ന് എഴുതാൻ പഠിച്ചാൽ മതി. ഇനി f(2) കാണാൻ ബുദ്ധിമുട്ടുണ്ടോ? f of x ഇല്ലേ, ഈ x ന് പകരം 2 അപ്പൊ നിങ്ങൾക്ക് എന്ത് വരും, 2³ + 5 × 2. x ന്റെ അവിടെയൊക്കെ 2 ഇട്ടാ ഇതില് എന്ത് ചെയ്യാ, x അവിടെ 2 ഇട്ട് f(2) കിട്ടി. അപ്പൊ നോക്കി f(2) = 2³ എന്താണ്, 2 × 2 × 2 8 വരും, പ്ലസ് 5 × 2 10 വരും. 10 + 8 18 ആൻസർ കിട്ടി f(2). ഇതേപോലെ g(2) ആണ്, g(2) ഉണ്ട്, g(2) സിമ്പിൾ അല്ലേ, ഇതിൽ 2 ഇടുമ്പോ 2 × x വരും 2 + 1. അപ്പൊ 4 + 1 നിങ്ങൾക്ക് ആൻസർ എന്ത് കിട്ടും, 5 ആൻസർ കിട്ടും. ഓക്കെ, ഇത് രണ്ടും ആഡ് ചെയ്യാം. f(2) കിട്ടി 18 ആണ്, പ്ലസ് g(2) കിട്ടി 5 ആണ്. 8 + 5 നിങ്ങൾക്ക് എന്താ ആൻസർ വരും, 23 ആൻസർ കിട്ടും. 8 + 5 എന്താ ആൻസർ കിട്ടും, 23 ആൻസർ. അപ്പൊ ഫസ്റ്റ് ആൻസർ. ഇനി രണ്ടാമത്തെ ഇവിടെ ഉണ്ട്, f × g(1). അപ്പൊ ഇതെങ്ങനെ ചെയ്താ എനിക്ക് പറഞ്ഞേ, ഇവിടെ f + g(2) ആയപ്പോ f(2) + g(2). f × g(1) f(1) × g(1). ഓക്കെ, അപ്പൊ എന്ത് കാണാം, f(1) കാണാം. f(1) ആണ് എന്ത് ചെയ്യാ, ഇതിൽ 1 ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ നോക്കി 1³ + 5 × 1 + 5 6 ആൻസർ കിട്ടും. ചെയ്ത് നോക്കാം കേട്ടോ. ഇൻറ്റു g(1) ഇതിൽ 2 × 1 2 2 + 1 3. അപ്പൊ 6 × 3 നിങ്ങൾക്ക് ആൻസർ എന്ത് വരും, 6 × 3 18 ആൻസർ കിട്ടും, 18. ഓക്കെ, രണ്ടിലും 1 കൊടുത്ത് വാല്യൂ കാണാതെ രണ്ടും എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഇനി മൈനസ് ആണെങ്കിൽ എന്ത് വരും, f(1) - g(1) വരും. ഡിവിഷൻ ആണെങ്കിൽ f(1) / g(1) വരും. ഓക്കെ, പ്ലസും മൈനസും ഇൻഡു ഒക്കെ സിമ്പിൾ ആണ്. ഇത് ഓൾജിബ്ര ഫംഗ്ഷൻസ് ആണ് ട്ടോ, ചോദിക്കാറുണ്ട്. സിമ്പിൾ ആയി ലൂസ്. ഇനി ലാസ്റ്റ് ഒരെണ്ണം കൂടി. ഇപ്പൊ ഇത്രയും പഠിച്ച ചാപ്റ്റർ കഴിഞ്ഞ് ഒരു ക്വസ്റ്റ്യൻ കൂടി ഉള്ളൂ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, റൂട്ടിനുള്ളിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ട്ടോ. ശ്രദ്ധിച്ചിരുന്നു, കൺസിഡർ ദ ഫംഗ്ഷൻ. ഇതും ഒരു ഫംഗ്ഷൻ ആണ്. ഫംഗ്ഷൻ ഐഡിയ മനസ്സിലുണ്ടാവണം, ഇത്ര മാത്രം ആലോചിക്കുക. എക്സിനെല്ലാം ഇമേജ്, എക്സിനെല്ലാം y വാല്യൂ ഉണ്ടായിരിക്കണം. ഇവിടെ പറയുന്നുണ്ട് ഈ സാധനം ഫംഗ്ഷൻ, കൺസിഡർ ദ ഫംഗ്ഷൻ പറഞ്ഞിട്ടുണ്ട്. f of x = ഒരു ഇക്വേഷൻ ഉണ്ട്, g of x = ഒരു ഇക്വേഷൻ ഉണ്ട്. ഇനി ഡൊമൈൻ കാണണം. ഓക്കെ, f of x ന്റെ ഡൊമൈൻ, f of x ഇവിടെ എഴുതിയിട്ടുണ്ട് √x - 2. ഇത് ഫംഗ്ഷൻ ആണല്ല. പിന്നെ ഡൊമൈൻ, എക്സിന് ഏതൊക്കെ വാല്യൂ ഇട്ട് കൊടുക്കാൻ പറ്റണത്, അല്ലാത്തൊരു y വാല്യൂ. അപ്പൊ നോക്കി, റൂട്ടിനുള്ളിൽ നെഗറ്റീവ് വരാൻ പാടില്ല. റൂട്ട് എന്താണ് ഐഡിയ, റൂട്ടിൽ എന്ത് വരാൻ പാടില്ല, നെഗറ്റീവ് ആണ്. റൂട്ടിനുള്ളിൽ നെഗറ്റീവ് വന്നാൽ ആ വാല്യൂ ഇല്ല, കോംപ്ലക്സ് നമ്പർ ആയിട്ട് മാറി. ബൈവലം ഗ്രാഫിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിനോട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നോക്കി നമ്മൾ ചെയ്യേണ്ട പരിപാടി, റൂട്ടിനുള്ളിൽ നെഗറ്റീവ് വരാൻ പാടില്ലല്ലോ. അപ്പൊ ഇതാ √x - 2 ഇംപ്ലൈസ്, അതിന് നമുക്ക് എങ്ങനെ ചെയ്താ, x - 2 ≥ 0. ഇതിന്റെ ഉള്ളിൽ ഈ x - 2 എനിക്ക് എന്തിടണം, 0 അല്ലെങ്കിൽ പോസിറ്റീവ്, നെഗറ്റീവ് വരാൻ പാടില്ല. എനിക്ക് ഏതാ ഈ -2 പുറം വരുമ്പോൾ എന്താവും, +2. 0 + 2 എന്താണ് വരിക, 0 + 2 എന്താണ് വരിക, 2. അപ്പൊ എനിക്ക് ഏതാ ഇംപ്ലൈസ് ഈക്വേഷൻ x ≥ 2. ഇവിടെ 0 ആവാണ്ടിരിക്കണമെങ്കിൽ എക്സിന്റെ വാല്യൂ എന്താണ്, 2 അല്ലെങ്കിൽ 2-നേക്കാട്ടിലും വലുത്. ഇതേ നമുക്ക് എക്സിന് വാല്യൂ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എക്സിന് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന വാല്യൂ എന്ന് വിളിക്കുക, ഡൊമൈൻ എന്ന് വിളിക്കുക. അപ്പൊ ഡൊമൈൻ = 2 അല്ലെങ്കിൽ 2-നേക്കാൾ വലുത്. ഇതെങ്ങനെ റെപ്രസെന്റ് ചെയ്യണം, ലീനിയർ ഇക്വാലിറ്റി നിങ്ങൾ പഠിച്ചിരുന്നു ഇന്റർവെൽ ഫോർമാറ്റിൽ റിയൽ നമ്പറിന്റെ. 2 അല്ലെങ്കിൽ 2-നേക്കാൾ വലുതിട്ടാ. ക്ലോസ്ഡ് ഇന്റർവെൽ 2, +∞. ഇതാണ് ഡൊമൈൻ. ഇതിന്റെ ബുദ്ധിമുട്ടില്ലല്ല, ഇത് ഇങ്ങനെ തന്നെ പഠിച്ചു പോകണ്ട, സിമ്പിൾ അല്ലേ. ഇവിടെ റൂട്ടിൽ വന്ന റൂട്ടിൽ നെഗറ്റീവ് വരാൻ പാടില്ല. x - 2 എന്തായാലും ≥ x = 2. ചില 2 അല്ലെങ്കിൽ 2-നേക്കാൾ വലുത്. അപ്പൊ നിങ്ങൾക്ക് ഇതാ ഡൊമൈൻ = ക്ലോസ്ഡ് ഇന്റർവെൽ 2, +∞. ഇനി രണ്ടാമത്തെ നോക്കി, g of x ന്റെ എന്ത് കാണണം, ഡൊമൈൻ കാണണം. ഇവിടെ ഈ രൂപത്തിൽ വന്നാൽ അടിയത്തെ ആള് 0 ആവുന്ന നമ്പർ കാണാം, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ. എന്നിട്ട് 0 ആവുന്ന നമ്പർ കണ്ടുപിടിച്ച ആൾ എന്ത് ചെയ്യുക, റിയൽ നമ്പർ ഇത് കളയാ. അപ്പൊ നോക്കി, x² -
2x plus 1 equal to 0 നമ്പേഴ്സ് കണ്ടുപിടിക്കാം. ഓക്കെ, രണ്ട് നമ്പർ ആഡ് ചെയ്യുമ്പോ -2, അതേ രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോ 1 ആർക്കാണ് വരിക? -1 ഉം -1 സിമ്പിൾ ആണ്. -1 ഉം -1 ആഡ് ചെയ്യുമ്പോൾ -2, -1 into -1 ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1. അപ്പൊ ആർക്കാണ് സൊല്യൂഷൻ വരിക? ഇതിന്റെ പോസിറ്റീവ് ഓപ്പോസിറ്റ് 1 ഉം 1 എന്ന് പറയുമ്പോൾ സെയിം അല്ലേ? 1 എക്സിന്റെ വാല്യൂ 1 കൊടുക്കുമ്പോൾ മാത്രമേ ഇവിടെ 0 ആവുള്ളൂ. അപ്പൊ ഡൊമെയിൻ കാണാൻ പറഞ്ഞാൽ ഇതാണ് 0 ആവുന്നത്. 0 ആവുന്ന കണ്ടുപിടിച്ചാൽ എന്ത് ചെയ്യുക? റിയൽ നമ്പറിൽ നിന്ന് 0 ആവുന്ന സാധനങ്ങളെ r മൈനസ് സെറ്റ് 1. ഇപ്പൊ രണ്ടാമത്തെ ആൻസർ കിട്ടി. ഇനി ഇവിടെ മൂന്നാമത്തത്, നേരത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു മൂന്നാമത്തെ കേട്ടാ. അത് രണ്ടും ആഡ് ചെയ്യാം, f plus g of x ചെയ്യാം. അതർത്ഥം എന്താണ്? ആഡ് ചെയ്യുമ്പോൾ എന്തായിരുന്നു? എന്തായത്? f of 2 plus g of 2 നേരത്തെ. അപ്പോൾ എന്ത് ചെയ്യണം? f of x plus g of x. f of x എന്താ ചെയ്ത് വെച്ചാൽ മാത്രം മതി കേട്ടോ. നിങ്ങൾക്ക് ചെയ്യണ്ട, എക്സാം നിങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ എന്ത് ചെയ്താ? √x minus 2 plus g of x എന്തായിരുന്നു? x plus 1 divided by x square minus 2x plus 1. ഇത്രയും വെച്ചാൽ മതി f plus g of x ആയി. ഇതാണ് 9ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് കുറച്ച് എപ്പോഴും എക്സാമിന് റൂട്ടിനുള്ള വാല്യൂ ചോദിക്കാറുണ്ട്. ഡൊമെയിൻ കാണാൻ കറക്റ്റ് ആയിട്ട് പഠിക്കുക കേട്ടോ. ഡൊമെയിൻ കാണുന്നത് ഇവിടെ നോക്കി. നിങ്ങൾക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് 9 ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ബാക്കിയുള്ള ഈ ഒരു 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യണം കേട്ടോ. ആദ്യം കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് കാണാൻ ഷോ ദാറ്റ് ഞാൻ നിങ്ങൾ പഠിപ്പിച്ചെന്ന്. ഇനി ഇവിടെ a ക്രോസ് അല്ല, ഒരു ക്രോസ് ചെയ്യും കൂടി ഉണ്ട്. അത് ബുക്കിൽ കുറെ പഠനം ചെയ്തിട്ടുണ്ട്. അത് റിപ്പീറ്റ് ആയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ. ഇവിടെ ഇപ്പൊ a equal to സെറ്റ് -1 അല്ലേ? -1 അല്ലേ? a ക്രോസ് a കാണാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഏറ്റവും ആദ്യം എന്ത് ചെയ്യാ? a ക്രോസ് a കാണാം. അപ്പൊ നിങ്ങൾക്ക് ഒരു കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഇടും. അതിനെന്ത് ചെയ്യാ? പിന്നെയും ക്രോസ് a ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആ ഇതില് ട്രിപ്ലറ്റ് ഓർഡേഡ് ബേസ് a b c, മൂന്ന് ആൾക്കാർ വരുന്ന ട്രിപ്ലറ്റ് ഓർഡേഡ് ബേസ് കിട്ടും കേട്ടോ. അപ്പൊ രണ്ടാമത്തത്. ഇനി മൂന്നാമത്തത് എത്ര നമ്പർ ഓഫ് റിലേഷൻ ഉണ്ട്? സിമ്പിൾ ആണ്. 2 raised to p into q അപ്ലൈ ചെയ്യുക. നാലാമത്തെ സിഗ്നൽ ഫംഗ്ഷൻ നിങ്ങൾക്ക് വരച്ച് കാണിച്ചെന്ന്. അഞ്ചാമത്തത് ഇതിന്റെ ഡൊമെയിൻ എന്താണ്? അടിയത്താള് 0 ആവുന്ന നമ്പർ കാണാം. ഡൊമെയിൻ ഈക്വൽ ടു r നിന്ന് ആ 0 ആവുന്ന സാധനം എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിച്ചാല് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് ക്ലിയർ ആയി. ഓക്കെ, ഓർഡേർഡ് പെയർ, കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിന്റെ ക്വസ്റ്റ്യന്, അതിനുശേഷം റിലേഷൻസിന്റെ ക്വസ്റ്റ്യന്, അതിനുശേഷം ഫംഗ്ഷൻസിന്റെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇത് കൃത്യമായിട്ട് പഠിക്കണം. നിങ്ങൾക്ക് ഒരു 48 മിനിറ്റ് വീഡിയോ ആണ് വന്നത്. 9 ക്വസ്റ്റ്യൻസും ഈ 10ാമത്തെ ക്വസ്റ്റ്യൻസും പറഞ്ഞു തന്നപ്പോ. അപ്പൊ എന്ത് ചെയ്യാ? ഈ 49 മിനിറ്റ് വീഡിയോ കറക്റ്റ് ആയിട്ട് കാണാം. ഇതിന്റെ ആൻസർ കീ നിങ്ങൾക്ക് തൊട്ടടിയിലിട്ട് തരും ഈ ഒരു സ്ലൈഡ്. അതൊക്കെ എന്ത് ചെയ്യാ? ആൻസർക്ക് ശരിയാണോ തെറ്റാണോ നോക്കുക. കൃത്യമായിട്ട് പഠിക്കുക. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് പിറ്റേ ദിവസം എക്സാം ഉണ്ടാവും കേട്ടോ. 10 മാർക്കിന് എക്സാം ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ. ഓക്കെ, അത് നമ്മുടെ ക്യാപ്സ്യൂൾ സീരീസ് ആണ് നിങ്ങൾക്ക് പറഞ്ഞത്. ഇതേ ക്വസ്റ്റ്യൻസ് 1, 2, 3 ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, ബൈ.